السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, പ്രപഞ്ച സൃഷ്ടാവിന് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നതാണ് അതിന്റെ മലയാളം ആണ് ഈ പ്രസംഗ പരിപാടിക്ക് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ശബ്ദം അരികെ നിന്നും അടുത്തുനിന്നും ദൂരെ നിന്നും കേൾക്കുന്നവരെ, ഒരുപാട് പ്രസംഗങ്ങൾ, മതപ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവരാകാം നിങ്ങൾ. എല്ലാ ആദർശവും എല്ലാ മതവും ഒന്നാണ്, എല്ലാത്തിനും പറയുന്ന തത്വം ഒന്നാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ സ്വീകരിക്കട്ടെ, അനുസരിക്കട്ടെ എന്ന് തുടങ്ങി തേച്ചു മിനുക്കുന്ന, ആളുകളെ സോപ്പടിക്കുന്ന പ്രഭാഷണങ്ങൾ കേട്ടു പരിചയമുണ്ട് നമുക്ക്. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ ഈ പ്രസംഗം ഇൻഷാ അല്ലാഹ് നിങ്ങളോടുള്ള ഈ സംസാരം അങ്ങനെയുള്ളതല്ല. മറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ലോകത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാം അത് മാത്രമാണ് സത്യം എന്ന് തന്നെയാണ്. അഭിമാനത്തോടെ നാളെ പരലോകത്ത് സഹോദരങ്ങളെ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുപോകും എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. മരണമെന്ന യാഥാർത്ഥ്യം പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള എന്തിനും ഏതിനും കക്ഷികളുടെ ഈ നാട്ടിലും ഒരാളും നിഷേധിക്കാത്ത യാഥാർത്ഥ്യമാണ് മരണം. എങ്കിൽ പ്രിയമുള്ളവരെ, ആ മരണത്തിന് ശേഷം നമ്മെ സൃഷ്ടിച്ചവനാരോ അവൻ വീണ്ടും ജീവിപ്പിക്കും. എന്നിട്ട് അവിടെ പിന്നീടുള്ളത് ശാശ്വത ജീവിതമാണ്. നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗവും തിന്മ ചെയ്ത ആളുകൾക്ക് നരകവും. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുവാൻ തന്നെയാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ 19-ാമത്തെ ആയത്തായി 19-ാമത്തെ വചനമായി ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ആകാശഭൂമികളുടെ സൃഷ്ടാവ്, എന്നെയും നിങ്ങളെയും
സർവചരാചരങ്ങളെയും ഭൂമിയെയും ആകാശത്തെയും പുഴകളെയും പൂക്കളെയും സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും പടച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ്വലോകരക്ഷിതാവായ അല്ലാഹു പറയുകയുണ്ടായി, ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം. അല്ലാഹുവിങ്കൽ മതമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. അതേ അധ്യായത്തിൽ പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആല ഇംറാനിൽ 85-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. വമൻ യബ്തഗി, ആരെങ്കിലും അന്വേഷിച്ചു പോയാൽ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ മതമായി അന്വേഷിച്ചു പോയാൽ, ആഗ്രഹിച്ചാൽ, ഫലൻ യുഖ്ബല മിൻഹു, പരലോകത്ത് അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ നഷ്ടം സംഭവിച്ച ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞത് ആരാണ്? അല്ലാഹുവാണ് ഇത് പറഞ്ഞത്. ആകാശഭൂമികളെ പടച്ചവനായ റബ്ബാണ് പറഞ്ഞത്. എങ്ങനെ മനുഷ്യന് അവനൊരു സൃഷ്ടാവില്ലെന്ന് പറയാൻ സാധിക്കും? അവൻ സൃഷ്ടാവില്ലെന്ന് അവന് പറയാൻ സാധിക്കുമോ? അവൻ സ്വയംഭൂവാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും. സ്വാഭാവിക നേർബുദ്ധിയുള്ള, സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അത് പറയാൻ സാധിക്കുകയില്ല. ഒരു മൊട്ടുസൂചി പോലും തനിയെ ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയാമെങ്കിൽ, ഈ കണ്ണും കാതും മൂക്കും, ഈ ചിന്താശേഷിയും ഹൃദയവും എല്ലാമുള്ള ഈ ഭൂമിയിലെ എന്തിനേയും അടക്കി ഭരിക്കാൻ പോന്ന ബുദ്ധിയുള്ള മനുഷ്യരായ നമ്മൾ, അല്ല ഈ ആകാശങ്ങളും ഭൂമിയുമെല്ലാം സ്വയം ഉണ്ടായതായെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പരിശുദ്ധ ഖുർആനിലെ 52-ാം അധ്യായം സൂറത്ത് തൂറിലെ 35 മുതൽ 37 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ കേൾക്കൂ. 35 മുതൽ 37 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ കേൾക്കൂ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ചോദിക്കുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈ, അല്ല അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വയം ഉണ്ടായവരാണോ? സ്വയംഭൂവാണോ മനുഷ്യരെ നിങ്ങൾ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ തന്നെയാണോ അവരെ പടച്ചുണ്ടാക്കിയത്? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അതല്ല ആകാശഭൂമികളെ പടച്ചത് അവരാണോ മനുഷ്യരാണോ? ബൽ ലാ യുഖിനൂൻ, അല്ല അവരുറച്ചു വിശ്വസിക്കുന്നില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ, നിന്റെ റബ്ബിന്റെ ആകാശഭൂമികളെ പടച്ച സഹോദരങ്ങളെ, ഈ വൈകുന്നേരത്തെ പടച്ച, ഈ പകലിനെ പടച്ച, ഇനി വരുന്ന രാത്രിയെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹ്, അവന്റെ ഖജനാവിന്റെ താക്കോലുകൾ മനുഷ്യരെ നിങ്ങളുടെ കയ്യിലാണോ? ഒരിക്കലുമല്ലല്ലോ. എപ്പോ മഴ പെയ്യണം, എത്ര പെയ്യണം, എത്ര വെയിൽ വരണം, എത്ര കാറ്റടിക്കണം, ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യ അത് തീരുമാനിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ നീ അറിയുക, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിന്നെ പടച്ചവനുണ്ട്. നീ സ്വയം ഉണ്ടായവനല്ല, നീയല്ല നിന്നെ പടച്ചത്, മറിച്ച് സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവാണ് നിന്നെ പടച്ചത്. സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ പോലും, സൃഷ്ടാവില്ല, ആകാശഭൂമികളൊക്കെ തനിയെ ഉണ്ടായതാണ്, പരിണമിച്ചുണ്ടായതാണ് എന്ന വിഡ്ഢിത്തം വിളമ്പുന്ന ആളുകൾ പോലും, അവരുടെ മനസ്സുപോലും യഥാർത്ഥത്തിൽ അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും. അങ്ങനെ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ പല നേതാക്കന്മാരും മരിക്കാൻ കിടക്കുമ്പോൾ പടച്ചവനെ വിളിച്ചതായി അവരുടെ ചരിത്രം തന്നെ പറയുന്നത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം. അവനാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്, ഈ ഇസ്ലാമല്ലാതെ പരലോകത്ത് ഒരു മനുഷ്യനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നും. എവിടെയാണ് പറഞ്ഞത്? അവന്റെ ഗ്രന്ഥത്തിലാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ മഹത്തായ ആ ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കൂ സഹോദരങ്ങളെ. ഈ ശബ്ദം ശ്രമിക്കുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ആ പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണം. ആ മഹത്തായ ഗ്രന്ഥം അതിലൂടെ നിങ്ങളെ പടച്ച നിങ്ങളുടെ സൃഷ്ടാവിന്, നിങ്ങളുടെ സാക്ഷാൽ ആരാധനകൾക്ക് അർഹനായവന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആർക്കാണ് അല്ലാഹു ആ ഗ്രന്ഥം അവതരിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബിക്കാണ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ, വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോയ മഹാപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വലിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ എളുപ്പമാണ്, വലിയ വലിയ തത്വങ്ങൾ, വലിയ വലിയ പ്രത്യയശാസ്ത്രങ്ങൾ ആളുകളോട് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് ജീവിതത്തിൽ പാലിക്കുവാൻ, അത് നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കുവാൻ സാധിച്ച
എത്ര പേരുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ നടപ്പിൽ വരുത്തിയെന്ന് മാത്രമല്ല, അത് ഹൃദയത്തോടടുപ്പിച്ച് ആ ആദർശം മുറുകെ പിടിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം കെട്ടിപ്പടുത്ത കോടാനുകോടി അനുയായികളെ വാർത്തെടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മുഹമ്മദ് നബിക്കാണ് അള്ളാഹു ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാം മാത്രമേ നമ്മുടെ സൃഷ്ടാവ്, മനുഷ്യരെ നമ്മുടെ സൃഷ്ടാവ് നമ്മിൽ നിന്ന് നാളെ പരലോകത്ത് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ എന്തിനത് സ്വീകരിക്കണം? എന്തിന് നമ്മൾ മുസ്ലിം ആവണം? നമ്മൾ മരിക്കും. അത് തന്നെയാണ് കാരണം. നമ്മൾ മരിക്കുമായിരുന്നില്ലെങ്കിൽ, നമ്മൾ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാമായിരുന്നു. ഇവിടെ പശുവിനെ പോലെ, നാൽക്കാലികളെ പോലെ, ഉറുമ്പിനെ പോലെ, എരുമയെ പോലെ, പൂച്ചയെ പോലെ, സാധാരണ ജന്തുജാലങ്ങളെ പോലെ മരിച്ചു മണ്ണോട് മണ്ണ് നമ്മൾ ചേരുമെങ്കിൽ, നമുക്കൊരു പുനർജീവിതം, സ്വർഗവും നരകവും നമുക്ക് വെച്ചിട്ടില്ലെങ്കിൽ തോന്നിയതുപോലെ നമുക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. അതാ പരിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം സൂറത്തു ആല ഇമ്രാനിന്റെ 185-ാമത്തെ ആയത്തിൽ 185-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. كل نفس ذائقة الموت. എല്ലാ ഓരോ നഫ്സും, ഓരോ വ്യക്തിയും, ഓരോ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഈ ശബ്ദം ശ്രമിക്കുന്ന ആർക്കെങ്കിലും തർക്കമുണ്ടോ? അതിൽ മരിച്ചു വീഴുമെന്ന് തർക്കമുണ്ടോ? ഇല്ലല്ലോ. ഒരാൾക്കും തർക്കമില്ല. ഈ ജീവിതം എങ്ങനെ തീർക്കാൻ ഉദ്ദേശിച്ച ആളുകളായാലും, ഈ ജീവിതം സത്യമെന്താണെന്ന് പഠിച്ച് അങ്ങനെ ജീവിച്ച് അങ്ങനെ മരിക്കണമെന്ന് തീരുമാനിച്ചവർക്കായാലും, ഈ ജീവിതം എങ്ങനെയും തോന്നിയതുപോലെ ആസ്വദിച്ച്, എങ്ങനെയൊക്കെ ആസ്വദിക്കാമോ അങ്ങനെയൊക്കെ ആസ്വദിച്ച്, ഒരു നിയന്ത്രണങ്ങളും ഒരു കെട്ടുപാടുകളും ഇല്ലാതെ ജീവിച്ചു തീർക്കാൻ, മരിച്ചു തീർക്കാൻ അങ്ങനെ തീരുമാനിച്ച ആളുകളാവട്ടെ. ആർക്കെങ്കിലും തർക്കമുണ്ടോ? മരണമുണ്ടോ ഇല്ല എന്നതിൽ ഇല്ല, ഒരാൾക്കും തർക്കമില്ല. മരണമുണ്ട് പ്രിയപ്പെട്ടവരെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അല്ലാഹു പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചവൻ പറയുകയാണ്, നിങ്ങൾക്കുള്ള പ്രതിഫലം യഥാർത്ഥത്തിൽ നൽകപ്പെടുന്നത്, പൂർണ്ണമായി നൽകപ്പെടുന്നത് പരലോകത്ത് വെച്ച് മാത്രമാണ്. അത് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ചിലപ്പോൾ അതിന്റെ പ്രതിഫലം ഈ ലോകത്ത് കിട്ടിയില്ലെന്ന് വരാം. അവഗണനകളും അതുപോലെ തന്നെ കല്ലേറും തൂക്കുവിളിയും പീഡനങ്ങളും മാത്രമായി നന്മയുടെ ആളുകൾ മരിച്ചുപോയേക്കാം. തിന്മയുടെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ആളുകൾ പോലും ചിലപ്പോൾ യാതൊരു പ്രയാസവും ഈ ലോകത്തില്ലാതെ, ഒരുപാട് ആളുകളെ തട്ടിപ്പിന് വിധേയരാക്കിയ വഞ്ചകന്മാരായ ആളുകൾ പോലും ചിലപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ ഈ ലോകത്തു നിന്ന് മരിച്ചുപോയേക്കാം. പക്ഷേ പരലോകം അത് വരാനുണ്ട്. എല്ലാത്തിനും കൃത്യമായ ശിക്ഷ അല്ലെങ്കിൽ കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു നാൾ വരാനുണ്ട്. അവിടെ വെച്ച് മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ പ്രതിഫലം നൽകപ്പെടുന്നത്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അന്ന് നരകത്തിയിൽ നിന്ന്, കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന്, ഈ ലോകത്ത് നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത തീയുണ്ടല്ലോ, അതിനേക്കാളും എത്രയോ ഇരട്ടി ചൂടുള്ള ഈ ലോകത്തെ പടച്ച, സൂര്യനെ പടച്ച, കത്തിയാളുന്ന സൂര്യനെ പടച്ച റബ്ബാരോ, ആ സൃഷ്ടാവ് അങ്ങനെ ഒരു നരകത്തെ നാളെ പരലോകത്ത് ഒരുക്കി വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അന്ന് നാളെ പരലോകത്ത് ആര് രക്ഷപ്പെട്ടുവോ? വഉദ്ഖിലൽ ജന്ന. ഈ ലോകത്ത് അതിസുന്ദരമായ തോട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, നമ്മളെപ്പോഴും പോയി കുറച്ചു സമയം ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന അതിസുന്ദരമായ സ്ഥലങ്ങൾ പടച്ച റബ്ബുണ്ടല്ലോ. എങ്കിൽ അതേ സൃഷ്ടാവ് നമുക്ക് കണ്ണുകൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കാതുകൊണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, മനസ്സിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത സുഖങ്ങളുടെ മാത്രം കേദാരമായ സ്വർഗം നാളെ പരലോകത്ത് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആര് പ്രവേശിച്ചുവോ, നാളെ പരലോകത്ത് അവിടെ കടന്നു കിട്ടാനുള്ള ഭാഗ്യം ആർക്ക് ലഭിച്ചുവോ, ഫഖദ് ഫാസ്. അവനാണ് വിജയിച്ചവൻ. അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ലോകമുണ്ടല്ലോ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഇഹലോകമുണ്ടല്ലോ, അത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. എത്ര സത്യമാണ്. ആളുകൾ വഞ്ചിതരാണ്.
അവർ ഉള്ള ഒരിക്കലും അവരുടെ സൃഷ്ടാവ് ഇഷ്ടപ്പെടാത്ത ആദർശം സത്യമാണെന്ന് വിശ്വസിച്ച ആളുകൾ കഴിയുകയാണ്. സൃഷ്ടാവിനെയല്ലാതെ ആരാധിക്കുകയാണ് മനുഷ്യർ. അവരെ പടച്ച, അവന് വെള്ളവും വായുവും ജീവനും നൽകിയ, അവന്റെ ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, അവന്റെ ഹൃദയമിടിപ്പുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആകാശഭൂമികളുടെ സൃഷ്ടാവിനെയല്ലാതെ അവന്റെ വെറും പടപ്പുകൾ ആരാധിക്കുന്ന, പ്രാർത്ഥനക്കുത്തരം കിട്ടാത്ത, കേൾക്കാനോ വിളിക്കുന്ന പ്രാർത്ഥന കേൾക്കാനോ ഒന്നിനും സാധിക്കാത്ത, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അവരാരാധിക്കുകയാണ് അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത, ജീവിച്ചിരിക്കുന്ന ആളുകളാകട്ടെ, മരിച്ചവരാകട്ടെ, മൃഗങ്ങളാകട്ടെ, കല്ലുകളാകട്ടെ, ഖബറുകളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വിചാരിക്കുകയാണ് താൻ തന്മാർഗത്തിലാണെന്ന്. പരലോകത്തിൽ വിശ്വസിക്കാതെ എങ്ങനെയും തോന്നിയതുപോലെ ജീവിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ആളുകളും വിചാരിക്കുകയാണ് ഞാൻ തന്മാർഗത്തിലാണ്. മരണത്തിന് ശേഷം എന്ത്? ഇങ്ങനെ ഒരു ജീവിതമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ എന്ന് ആലോചിക്കാതെ കഴിഞ്ഞു പോകുന്ന മനുഷ്യനും വിചാരിക്കുന്നു താൻ തന്മാർഗത്തിലാണ്, താനാണ് ഈ ലോകത്തിലെ നല്ല ആൾ, ബുദ്ധിയുള്ള ആൾ താനാണെന്ന് വിശ്വസിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ലോകമെന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമായിട്ടല്ല, മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടാവ് വിളിക്കുകയാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ടെന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം, തിന്മ ചെയ്തവർക്ക് നരകമുണ്ടെന്ന റബ്ബിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. അതുകൊണ്ട് മനുഷ്യരെ, ഈ ലോകം, നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകം, അത് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് ഇതാ സ്നേഹത്തോടെ മനുഷ്യരെ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, മരണം വരുമെന്ന് നമുക്കറിയാം, പക്ഷെ അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് വല്ല ഉറപ്പും എനിക്കുണ്ടോ? ഇല്ല. ഇതാ ഈ അങ്ങാടിയിലൂടെ, ഈ കൂത്തുപറമ്പ് ടൗണിലൂടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെ, ഇവിടെ നടന്നു പോകുന്ന യാത്രക്കാരെ, ഇവിടെ വാഹനങ്ങളിൽ കയറിയിട്ടുള്ളവരെ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? ഒരാൾക്കും, ഒരു മനുഷ്യനും ഒരുറപ്പുമില്ല. അത്രത്തോളം മരണം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ചെരുപ്പിന്റെ മാറിനേക്കാൾ നമ്മോട് അടുത്തിരിക്കുന്നു മരണം. അല്ലേ? വമാ തദ്രി നഫ്സും മാദാ തക്സുബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിലൂടെ, 34-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഒരു മനുഷ്യനും അറിയില്ല നാളെ എന്ത് നടക്കുമെന്ന്, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുകയെന്നും ഒരു മനുഷ്യനും അറിയില്ല. ഈ നാട്ടിൽ ജീവിച്ച മനുഷ്യനായിരിക്കും, ഏതോ ഒരു നാട്ടിൽ വെച്ച് അയാൾ മരിക്കും. നമ്മൾ പറയും, എന്തിനാണ് ആ നേരത്തെ അയാൾ അങ്ങോട്ട് പോയത്? അല്ല പ്രിയപ്പെട്ടവരെ, പടച്ചവൻ സൃഷ്ടാവ് തീരുമാനിച്ചിരിക്കുന്നു അവൻ അവിടെ വെച്ചാണ് മരിക്കേണ്ടതെന്ന്. ഇന്ന സമയത്ത്, ഇന്ന കൊല്ലം, ഇന്ന മാസം, ഇന്ന ആഴ്ച, ഇന്ന ദിവസം, ഇന്ന മണിക്കൂറിൽ, ഇന്ന മിനിറ്റിൽ, ഇന്ന സെക്കൻഡിൽ, ഇന്ന സ്ഥലത്ത് വെച്ച് ഈ കാരണം കൊണ്ട് മരിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ, മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടാവ് തീരുമാനിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അവിടേക്ക് നിങ്ങൾ പോകും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മരണത്തിന്റെ സമയമായോ, മരണം നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും, നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ. ഭദ്രമായി കെട്ടിയ ഒരു കോട്ടയുടെ അകത്താണ് നിങ്ങളെങ്കിൽ പോലും മരണത്തിന്റെ സമയമായോ നിങ്ങൾ മരിക്കും. അല്ലേ? അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഏത് മരണത്തിൽ നിന്നാണോ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്, ആ മരണവും നിങ്ങളുമായി മുഖാമുഖം കണ്ടുമുട്ടുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും. അതാണ് പല കവികളും പാടിയിട്ടുള്ളത്, തസവ്വദു മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. മനുഷ്യ, നീ നിന്റെ സ്രഷ്ടാവിനെ സൂക്ഷിച്ചോളൂ, സ്രഷ്ടാവിനെ നീ സൂക്ഷിച്ചോളൂ, നീ കാത്തുകൊള്ളൂ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ എന്താണെന്ന് നീ പഠിച്ചറിഞ്ഞ് പാലിച്ചോളൂ. കാരണം നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ,
ഇന്ന് രാത്രിയായാൽ ഹൽ തഈഷു ഇലൽ ഫജ്രി, പകൽ വരെ നീ ജീവിക്കുമെന്ന് വല്ല ഉറപ്പും നിനക്കുണ്ടോ? ഇതാ സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യം സത്യമാണെന്നും ഈ പറയുന്ന ആദർശം സ്വീകരിച്ചാലേ നാളെ പരലോകത്ത് രക്ഷപ്പെടൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ വൈകരുത്. കാരണം ഇന്ന് രാത്രിയായാൽ നാളെ പുലരും വരെ നിങ്ങൾ ജീവിക്കുമോ എന്നെന്തുറപ്പാണുള്ളത്? ഫകം മിൻ ഫതൻ അംസാ വഅസ്ബാഹ ളാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര ചെറുപ്പക്കാരാണുള്ളത്, എത്ര യുവാക്കളാണുള്ളത്. അവരെങ്ങനെ ചിരിച്ചു കളിച്ച് സന്തോഷിച്ച് നടക്കുന്നു. പക്ഷെ അവൻ അറിയുന്നില്ല, അവൻ മരിച്ചാൽ അവനെ പുതപ്പിക്കേണ്ട കഫൻ തുണി അതാ അടുത്ത കടയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. വകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ വഖദ് ഖുബിളത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. എത്ര മണവാട്ടിമാരാണുള്ളത്, അവരുടെ കല്യാണത്തിന് വേണ്ടി അവർ ഒരുങ്ങി. പക്ഷേ കല്യാണം നിശ്ചയിച്ച നാളിൽ അതാ അവരുടെ ആത്മാവ് പിടിക്കപ്പെടുകയാണ്, അവർ മരിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണ് മരണം, ഇങ്ങനെയാണ് നമ്മുടെ മരണം. ഏത് സമയത്താണ് സംഭവിക്കുക എന്നറിയില്ല. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? അതാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ലോകത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ ആശയം ജനങ്ങളോട് പറയണം. ജനങ്ങളോടെന്ന് പറഞ്ഞാൽ ആദ്യം നിന്റെ കുടുംബക്കാരോട് പറയണം. പ്രവാചകൻ അവിടുത്തെ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടി പറയുകയുണ്ടായി. ഓരോരുത്തരെയും ഓരോ കുടുംബക്കാരെയും വിളിച്ചുകൂട്ടി ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. സഫാ കുന്നിന്റെ മുകളിൽ അവരെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സംഘം, ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താണ് അവരുടെ മറുപടി? അവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ, മുഹമ്മദേ, നിന്റെ നാവിൽ നിന്ന് വരെ ഞങ്ങൾ സത്യമല്ലാതെ കേട്ടിട്ടില്ല. നീ ഇന്നുവരെ ഞങ്ങളോടൊരു കളവ് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. പിന്നെന്തിനെ നിന്നെ ഞങ്ങൾ അവിശ്വസിക്കണം? തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. ആ സമയത്താണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഫഇന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. അങ്ങനെയാണെങ്കിൽ ഇതാ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരലോകമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണോ? ആദ്യമായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം നന്നാക്കുകയാണ്. വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരിക്കണം, പടച്ച റബ്ബ് പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം. അവരെ മാത്രമേ ആരാധിക്കാവൂ. സഹോദരങ്ങളെ, പരലോകമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാമായിരുന്നു. പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലേ, അല്ലാഹു തന്നെ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായം സൂറത്തു തഗാബുനിന്റെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു. നിഷേധികളായ ആളുകൾ അവർ ജൽപ്പിച്ചിരിക്കുന്നു, അവർ വിശ്വസിച്ചിരിക്കുന്നു അല്ലൻ യുബഅസു, അവർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. മരിച്ചാൽ പിന്നെ അവർക്കൊന്നും വരാനില്ല. അല്ലെങ്കിൽ ഇവിടെ വീണ്ടും ഏതെങ്കിലും ജന്തുവായോ ജീവിയായോ പട്ടിയോ പൂച്ചയോ ആയോ അവന്റെ കർമ്മഫലത്തിനനുസരിച്ച് അവൻ അങ്ങനെ പുനർജന്മത്തിലാണ് അവൻ വിശ്വസിക്കുന്നത്. സഅമല്ലദീന കഫറു അല്ല യുബഅസു. പുനരുദ്ധാനത്തിൽ ഇതേ ശരീരത്തോടുകൂടി ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു നാൾ വരാനുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. ഖുൽ ബലാ വറബ്ബി ലതുബഅസുൻ ثم لتنبؤن بما عملتم وذلك على الله يسير. പ്രവാചകരെ അവരോട് പറയുക, എന്റെ റബ്ബ് തന്നെ സത്യം, എന്റെ റബ്ബ് തന്നെ സത്യം. എന്നെ പടച്ചവനാരോ, എന്നെ നിയന്ത്രിക്കുന്നവനാരോ, എന്റെ നിയന്താവാരാണ്, എന്റെ ഉടമസ്ഥനാരാണ്, അവൻ തന്നെയാണ് സത്യം. ലതുബഅസുൻ. മനുഷ്യ, നീ വിചാരിക്കണ്ട, നീ മരിച്ചാൽ മണ്ണായിപ്പോയി, നിന്റെ ജീവിതം അതോടെ അവസാനിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ പടച്ചവൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. നീ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവൻ നിനക്ക് വിവരമറിയിച്ചു തരിക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിന് അത് വളരെ എളുപ്പമാണ്. അല്ലാഹുവിന് അതിന് യാതൊരു പ്രയാസവുമില്ല. മനുഷ്യ, നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിന്നെ പടച്ചവന് യാതൊരു പ്രയാസവുമില്ല. അവിടെ സ്വർഗവും നരകവുമുണ്ട്. അതുകൊണ്ട് സഹോദര, നിന്നെ പടച്ചവനെ നീ മനസ്സിലാക്കുക. നിന്റെ ഖാലിഖാരാണ്, നിന്റെ സ്രഷ്ടാവാരാണ് നീ അറിയുക. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഈ ശബ്ദം ശ്രമിക്കുന്നവരെ ഒന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ അയൽപക്കത്ത്
നിങ്ങളുടെ നാട്ടിൽ സ്വന്തം പിതാവാരെന്നറിയാത്ത ഒരാളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അയാളെ നോക്കിക്കാണുക? സ്വന്തം ഉപ്പയാരാണ്, സ്വന്തം അച്ഛനാരാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക? അതിനേക്കാളും മോശമാണ് യഥാർത്ഥത്തിൽ സ്വന്തം സൃഷ്ടാവാര്, എന്നെ പടച്ചവനാര് എന്നറിയാതെ ജീവിക്കുന്നവന്റെ അവസ്ഥ. ആരാണ് മനുഷ്യ നിന്നെ പടച്ചവൻ? നിന്നെ പടച്ചവൻ ആരാണെന്ന് അവൻ തന്നെ പറയുകയാണ് അവന്റെ ഗ്രന്ഥത്തിൽ. കൈകടത്തലുകളില്ലാത്ത, ആരും ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ലാത്ത, ഒന്നും കുറച്ചു കളഞ്ഞിട്ടില്ലാത്ത, അങ്ങനെ ഒരു മാറ്റത്തിരുത്തലുകൾക്കും ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ സാധിക്കാത്ത ഗ്രന്ഥത്തിൽ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നിന്നെ പടച്ചവൻ മനുഷ്യ പറയുകയാണ് അവനാരാണെന്ന്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്ത് ബഖറയിലെ 255-ാമത്തെ വചനത്തിൽ റബ്ബ് പറയുന്നു, അല്ലാഹു അവനാകുന്നു, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല, ആരാധനക്കർഹനായി ഒരാളുമില്ല, ഒരു പടപ്പുമില്ല, ഒരാളുമില്ല. ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഹുവൽ ഹയ്യ് അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എന്നെന്നും ഉണർന്നിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാണ്. അങ്ങനെയുള്ളവർ മറ്റാരാണുള്ളത്? ഒരാളുമില്ല. എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ മരിച്ചുപോയവരാണ്, അല്ലെങ്കിൽ നാളെ മരിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, അംബാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അവർ മരിച്ചവരാണ് കൂട്ടരെ. നിങ്ങളുടെ കാര്യങ്ങൾ അവർക്കറിയില്ല. നിങ്ങളുടെ കാര്യങ്ങൾ അവർക്കറിയില്ലെന്ന് മാത്രമല്ല, അവരുടെ കാര്യം പോലും അവർക്കറിയില്ല. അംബാത്തുൻ മരിച്ചുപോയവരാണ്, ഗൈറു അഹ്യാഇൻ ജീവനില്ലാത്തവരാണ്, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ എന്നാണ് അവരെ പടച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അവരുടെ പുനരുത്ഥാനം എന്താണ് എന്നതുപോലും അറിയാത്ത ആളുകളെയാണോ മനുഷ്യ നീ ആരാധിക്കുന്നത്? അല്ല മനുഷ്യ നീ ആരാധിക്കേണ്ടത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെയാണ്, പടച്ചവനെയാണ്. നിന്നെയും എന്നെയും പടച്ചവനെയാണ് മനുഷ്യ നീ ആരാധിക്കേണ്ടത്. ആകാശഭൂമികളെ പടച്ചവനെയാണ് മനുഷ്യ നീ ആരാധിക്കേണ്ടത്. സൂര്യനെയും ചന്ദ്രനെയും കടലിനെയും എല്ലാത്തിനെയും പടച്ചവനെയാണ് മനുഷ്യ നീ ആരാധിക്കേണ്ടത്. അവനെന്നും ഉണർന്നിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. മനുഷ്യ നിന്റെ ഹൃദയത്തിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം അത് നിന്റെ നിയന്ത്രണത്തിലാണോ? അല്ല, നിന്നെ പടച്ച സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണ്. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം അവന് ഉറക്കം ബാധിക്കുകയില്ല, അവന് മയക്കം ബാധിക്കുകയില്ല. കുറച്ചു സമയം ഉറങ്ങാൻ അവൻ പോകുമോ? വിശ്രമിക്കാൻ പോകുമോ? 6 ദിവസം കൊണ്ട് മനുഷ്യരെ പടച്ച് 7-ാമത്തെ ദിവസം അവൻ വിശ്രമിക്കാൻ പോയോ? ഇല്ല മനുഷ്യ, അവന് ക്ഷീണമില്ലാത്തവനാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായ ഉന്നതനായവനാണ് അവൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض. ആകാശങ്ങളിലുള്ള എന്തൊക്കെയുണ്ടോ ഭൂമിയിലുള്ള എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം ഉടമസ്ഥനാണവൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി. അവന്റെ അരികിൽ ശുപാർശ പറയാൻ, അവന്റെ അനുമതിയോടെ അല്ലാതെ ശുപാർശ പറയാൻ ആരാണുള്ളത്? അല്ലേ പലരും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ഈ ആളുകൾ അല്ലാഹുവിലേക്ക് ശുപാർശ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. ചിലർ പറയും, ഇതാ ഞങ്ങൾ ഈ ആരാധിക്കുന്ന ബിംബം അത് ആകാശഭൂമികളെ പടച്ചു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല, മറിച്ച് പടച്ചവനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. മനുഷ്യ അതിന്റെ ആവശ്യമില്ല. നീ നേരിട്ട് വിളിക്കൂ നിന്റെ റബ്ബിനെ, അവരുത്തരം നൽകുന്നവനാണ്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. മനുഷ്യരെ, നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എനിക്കുള്ള ആരാധനയിൽ നിന്ന് പുറംതിരിഞ്ഞു കളയുന്നവനാരാണോ, അഹങ്കാരം നടിക്കുന്നവനാരാണോ, അവൻ നാളെ നിന്ദനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് മനുഷ്യ നിന്നെ പടച്ച നിന്റെ റബ്ബ് പറഞ്ഞു. അവനാണ് മനുഷ്യ നമ്മുടെ സൃഷ്ടാവ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് 7 ആകാശത്തെക്കാളും ഈ ഭൂമിയെക്കാളും എല്ലാത്തിനേക്കാളും വലിയവനായ
അക്ബറായ ഏറ്റവും വലിയവനായ അവന്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. ആകാശഭൂമികളെക്കാളും വലിയവൻ, അതിന്റെ എല്ലാം മുകളിലുള്ളവൻ, നമ്മളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ. രാവ് അവനാണ് സൃഷ്ടിച്ചത്, പകൽ അവനാണ് സൃഷ്ടിച്ചത്. വമിൻ ആയാതിഹി അൽ-ലൈലു വൻ-നഹാറു വശ്-ശംസു വൽ-ഖമർ ലാ തസ്ജുദൂ ലിശ്-ശംസി വലാ ലിൽ-ഖമർ വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുൻ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മനുഷ്യ, പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൽ അതിലെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൽ-ലൈലു വൻ-നഹാർ, രാവും പകലും. മനുഷ്യ, നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ പകലിനെ? നിനക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ രാത്രിയെ? നീ ആരാധിക്കുന്ന ആർക്കെങ്കിലും, നീ ആരാധിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും, മരിച്ച ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ രാത്രിയെ? ഇല്ല. രാവും പകലും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അവന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, നീ സൂര്യനോ ചന്ദ്രനോ സാഷ്ടാംഗം നമിക്കരുത്, സൂര്യനെയോ ചന്ദ്രനെയോ നീ ആരാധിക്കരുത്. മറിച്ച് നീ ആരാധിക്കേണ്ടത് ആരെയാണ്? വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുൻ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനാരോ, അവയുടെ രക്ഷിതാവാരാൻ, സൂര്യനെ ഉദിപ്പിക്കുന്നവനാരാൻ, സൂര്യനെ അസ്തമിപ്പിക്കുന്നവനാരാൻ, അവനെയാണ് നീ ആരാധിക്കേണ്ടത്. അല്ലാതെ സൂര്യനെയും ചന്ദ്രനെയും അല്ല. കടലിനെയല്ല നീ ആരാധിക്കേണ്ടത്. കടലമ്മ എന്ന് പേര് വിളിച്ച് കടലിനെയല്ല മനുഷ്യ നീ ആരാധിക്കേണ്ടത്. കടലിനെ പടച്ചവനാരോ, കടലിൽ തിരമാലകളെ ഒരുക്കിയവനാരോ, ആ കടലിന്റെ റബ്ബായ അല്ലാഹുവിനെയാണ് നീ ആരാധിക്കേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സാഷ്ടാംഗം നമിക്കരുത്, അല്ലാഹുവിനെ സാഷ്ടാംഗം നമിക്കുക. മറ്റൊരു അധ്യായം പരിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 71-72 ആയത്തുകളിൽ മനുഷ്യാനിന്റെ സൃഷ്ടാവ് പറയുന്നു, ഖുൽ അറഅയ്തും, മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. മനുഷ്യ, നീ ചിന്തിച്ചോ, ഇതാ ഈ രാത്രിയെ ലോകാവസാനം വരേക്കും അള്ളാഹു ഈ ലോകത്ത് രാത്രിയാക്കണമെന്ന് തീരുമാനിച്ചാൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റേത് ആരാധ്യനാണ്? മനുഷ്യ, നിന്റെ സൃഷ്ടാവല്ലാതെ മറ്റാരാണ് നിനക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാനുള്ളത്? അഫലാ തസ്മഊൻ, നീ കേൾക്കുന്നില്ലേ മനുഷ്യ? ഈ ശബ്ദം നീ കേൾക്കുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നീ മാറ്റത്തിന് തയ്യാറാകുന്നില്ല? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൻ-നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുറൂന ഫീഹി അഫലാ തുബ്സിറൂൻ. മനുഷ്യരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇതാ പകലിനെ അവൻ ശാശ്വതമാക്കാൻ തീരുമാനിച്ചാൽ ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ പകല് മാത്രം മതിയെന്ന് പകലിനെ പടച്ചവനാരോ ആ പടച്ചവൻ തീരുമാനിച്ചാൽ നിനക്ക് വിശ്രമിക്കാവുന്ന രാത്രി കൊണ്ടുവന്ന് തരാൻ ഏത് ഇലാഹാണുള്ളത് മനുഷ്യ? ഏത് ആരാധ്യനാണുള്ളത്? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്താണ് കണ്ടു മനസ്സിലാക്കാത്തത്? ഇതെല്ലാം അവന്റെ പടപ്പുകളാണ്, അവന്റെ പടപ്പുകളാണ് ഇതെല്ലാം. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസി അൻ തമീദ ബികും വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി ബൽ الظالمون في ضلال مبين. പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം, പരിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം 10-11 ആയത്തുകൾ, 10-11 വാക്യങ്ങൾ കേൾക്കൂ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ പടച്ചവനാരോ അവൻ. വഅൽഖാ ഫിൽ അർദി റവാസി അൻ തമീദ ബികും, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കാൻ ഭൂമിയിൽ ആണികളെന്ന പോലെ പർവ്വതങ്ങളെ നാട്ടിയവനാരോ. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, നിനക്ക് കാണുവാൻ സാധിക്കുന്ന ജന്തുജാലങ്ങളെയെല്ലാം, നാൽക്കാലിൽ നടക്കുന്നതാണെങ്കിലും ഇരുകാലിൽ നടക്കുന്നതാണെങ്കിലും ഇഴഞ്ഞു പോകുന്നതാണെങ്കിലും പ്രാണികളാകട്ടെ, പുഴുക്കളാകട്ടെ, പക്ഷികളാകട്ടെ, എല്ലാ ജന്തുക്കളെയും ഈ ഭൂമിയിൽ വിധാനിച്ചവനാരാണോ? വഅൻസൽനാ മിനസ് സമാഇ മാഅ, അല്ലാഹു പറയുകയാണ്, നാം നിങ്ങൾക്ക് മുകളിൽ നിന്ന് വെള്ളം അവതരിപ്പിച്ചു, വെള്ളം ഇറക്കി തന്നു, മഴ വർഷിപ്പിച്ചു തന്നു. ഫഅൻസൽനാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, ഈ ഭൂമിയിൽ എല്ലാ ഇണകളിലും പെട്ട നല്ല സസ്യലതാദികളെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഇതാ സഹോദരങ്ങളെ, ഈ ടൗൺ സ്ക്വയറിൽ കാണുന്ന ഒരു പുല്ലെങ്കിലും
ഒരു ചെടിയെങ്കിലും അള്ളാഹു അല്ലാതെ ആരെങ്കിലും പടച്ചുവെന്ന് പറയാൻ സാധിക്കുമോ? അതാണ് അടുത്ത അധ്യായത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഈ ആകാശത്തോടുകൂടി പറക്കുന്ന പറവുകളും ഇതാ ഇവിടെ കാണുന്ന മരങ്ങളും ഇവിടെ കാണുന്ന വെള്ളവും എല്ലാം മനുഷ്യ നീ കാണുന്നുണ്ടോ, നീ ചിന്തിക്കുന്നുണ്ടോ? ഈ ആകാശവും ഈ ഭൂമിയുമെല്ലാം അള്ളാഹു പടച്ചതാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. സ്രഷ്ടാവിന്റെ വെല്ലുവിളിയാണ്. മനുഷ്യ നിന്നെ പടച്ച നിന്റെ മാതാവിന്റെ വയറ്റിൽ നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ വെല്ലുവിളിയാണ്. ഫഅറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അവന് പുറമെ വല്ലവരും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ അപകട സമയത്ത് നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ദുരിതങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, ജൽപ്പിക്കുന്ന ആരെങ്കിലും വല്ലവരും അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. فأروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين. പക്ഷേ അക്രമികൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ അക്രമം. ആ അക്രമം ചെയ്തിട്ടുള്ള അക്രമികൾ വഴികേടിൽ തന്നെയാണ്. സഹോദരങ്ങളെ, മനുഷ്യരോടാണ് ഈ സംസാരം, മനുഷ്യരോടാണ് ഈ സംസാരം. എന്നെയും നിങ്ങളെയും പടച്ചവനെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. അതിലെവിടെയാണ് വർഗീയത? അതിലെവിടെയാണ് തെറ്റുള്ളത്? നമ്മൾ സൃഷ്ടിച്ചവനാണ് മനുഷ്യ പറയുന്നത്, എന്നെയും നിന്നെയും സൃഷ്ടിച്ചവനാണ് മനുഷ്യ പറയുന്നത്, വേറെ ആരുമല്ല പറയുന്നത്, നിങ്ങളുടെ റബ്ബാണ് പറയുന്നത്. يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. يا أيها الناس, മനുഷ്യരെ എന്നാണ് വിളി. മുസ്ലിങ്ങളെ എന്നല്ല, വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയല്ല, ആരെങ്കിലും പ്രത്യേകമായല്ല, എല്ലാവരെയും വിളിച്ചു പറയുകയാണ് ഈ സത്യത്തിലേക്ക് വരാൻ, ഈ ഇസ്ലാമിലേക്ക് വരാൻ. അങ്ങനെ തന്നെ പറയട്ടെ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ദുരിതമസലും, ഇതാ നിങ്ങളുടെ സർക്കാവ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോവുകയാണ്. ഫസ്തമിഊല, ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങളുടെ ശ്രദ്ധ പോവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചു പോകല്ലേ. ഇതാ നിങ്ങളുടെ സർക്കാവ് പറയുകയാണ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനുഷ്യരെ നാം വിവരിച്ചു തരാൻ പോകുന്നു. അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ കൈകൾ നീട്ടുന്ന ആരൊക്കെയുണ്ടോ, ലൻ യഖ്ലുഖൂ ദുബാബാ, അവർക്ക് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല, സൃഷ്ടിക്കാൻ കഴിയുകയില്ല, സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കാൻ സാധിക്കുകയുമില്ല. വലവിജ്തമഊ ലഹ്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും, എത്ര കോടി ഉണ്ടെങ്കിലും, ആരൊക്കെ ഉണ്ടെങ്കിലും, ആരെയൊക്കെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, അവർക്കൊരു ഈച്ചയെ പോലും പടക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർക്ക് നിവേദ്യമെന്നോണം നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ അവർക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തരി, ഒരു ഈച്ച എടുത്തുകൊണ്ടുപോയാൽ, ഈച്ചക്ക് എടുക്കാൻ സാധിക്കുന്നത് എത്രയാണ്? ഒരു ഈച്ചക്ക് വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതിന്റെ ഭാരം എത്രയാണ്? ഒരു പൊടിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് കണ്ണിലും കൂടി കാണാൻ പറ്റാത്ത ഒരു പൊടിയായിരിക്കും ഈച്ച കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ഈച്ച നിങ്ങളുടെ ആരാധ്യരുടെ നിവേദ്യ വസ്തുക്കളിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ ലാ യസ്തൻഖിദൂഹു മിൻ, ആ ഈച്ചയിൽ നിന്നത് തിരിച്ചു പിടിക്കാൻ പോലും സാധിക്കാത്തവർക്ക് അവർക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും? ആ ഈച്ചയിൽ നിന്നത് തിരിച്ചു കൊണ്ടുവരാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അവരോട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവന് പല ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ പ്രാർത്ഥിക്കുന്ന ഇവൻ ദുർബലനായിട്ടാണ് അവരോട് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും, ഈ ആരാധിക്കുന്ന മനുഷ്യനും ആരാധിക്കപ്പെടുന്ന വസ്തുവും എത്ര ദുർബലമാണ്. മനുഷ്യരെ അള്ളാഹു എന്ന് പറയുന്നത് ചിന്തിക്കൂ, സൃഷ്ടിപൂജ നിങ്ങൾ വെടിയൂ, സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ, നിങ്ങളെ പടച്ചവനെ, നിങ്ങളെ സൃഷ്ടിച്ചവനെ, അവനെ മാത്രം ആരാധിക്കൂ. അവനെ എങ്ങനെ ആരാധിക്കണമെന്ന് അവന്റെ പ്രവാചകന്മാരിലൂടെ അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ പ്രവാചകരിൽ അന്തിമനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റൂ, ആ പ്രവാചകൻ കാണിച്ചു തന്ന പാതയിലൂടെ നിങ്ങൾ പോകൂ.
നിങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ വഴിതെറ്റിപ്പോവുകയില്ല. നാളെ പരലോകത്ത് ഈ ലോകം നശ്വരമാണ്. ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. നാളെ പരലോകത്താണ് യഥാർത്ഥ ജീവിതം വരാനുള്ളത്. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതാ ഈ പാത, ഇസ്ലാം എന്ന ഈ രാജപാത നിങ്ങൾ പിൻപറ്റിയേ തീരൂ. നിങ്ങൾക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങളെ പടച്ച റബ്ബ് അറിയുന്നത് വേറെ ആരും അറിയുകയില്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ ബർ വഫീ ളുമാത്തിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തു അൽ അൻആമിലെ 59-ാമത്തെ വചനമാണ് വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. എല്ലാ അദൃശ്യങ്ങളുടെയും താക്കോൽ, എല്ലാ അദൃശ്യ വിജ്ഞാനങ്ങളുടെയും താക്കോൽ അവന്റെ കയ്യിലാണ്. നാളെ എന്ത് നടക്കുമെന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുകയില്ല, അല്ലാഹുവിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ലാ യഅലമുഹാ ഇല്ലാ ഹു, അവൻ മാത്രമേ അതറിയുകയുള്ളൂ. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അവൻ സൂക്ഷ്മമായി അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. ഈ ഭൂമിയിൽ എത്ര മരങ്ങളുണ്ട്, കോടാനു മരങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയാകുമോ? ആ മരങ്ങൾക്ക് എത്ര ഇലകളുണ്ട്, കോടാനു ഇലകൾ എന്ന് പറഞ്ഞാൽ മതിയാകുമോ? അതിലൊരില പോലും വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ, അവൻ തീരുമാനിച്ചിട്ടല്ലാതെ, അതിന്റെ ശബ്ദം അവൻ കേട്ടിട്ടല്ലാതെ, എപ്പോൾ എവിടെ എങ്ങനെ വീഴണമെന്ന് അവൻ തീരുമാനിച്ചിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്, ഈ സൃഷ്ടാവിനെ വിട്ടാണോ ഒരു കഴിവുമില്ലാത്ത വെറും സൃഷ്ടികളായ, കേൾക്കാത്ത കാണാത്ത ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ നിങ്ങൾ ആരാധിക്കുന്നത്? ഉഫ്ഫില്ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഇതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അല്ല സഹോദരങ്ങളെ, ഇതറിയുന്ന സൃഷ്ടാവിനെയാണ്, നിങ്ങളുടെ ഹൃദയമിടിപ്പുകൾ അറിയുന്നവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർദ്, ഭൂമിയിലെ ഏതെങ്കിലും ഇരുണ്ട കോണിലുള്ള ഒരു ധാന്യമണി പോലും അല്ലാഹുവിന്റെ അറിവിൽപ്പെടാതെയില്ല. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഉണങ്ങിയതോ പച്ചയോ ആകട്ടെ ഒന്നുമില്ല അള്ളാഹുവിന്റെ കിതാബിൽ, അള്ളാഹു അവന്റെ കയ്യിലുള്ള എല്ലാം രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവന്റെ അറിവിന് പുറത്ത് ഒന്നുമില്ല. എങ്കിൽ മനുഷ്യരെ നിങ്ങൾ അവനെ ആരാധിക്കും. ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചിട്ടുള്ള വചനം അതാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യ ഭാഗത്ത് നിന്ന് നിങ്ങൾ മറിച്ചു നോക്കിയാൽ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ അതിലെ 21-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങൾ ആരാധിക്കൂ നിങ്ങളെ പടച്ചവനായ, നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച, നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളെയും പടച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ വേണ്ടി അവൻ കൽപ്പിച്ചതെന്തോ അവൻ വിരോധിച്ചതെന്തോ എന്നത് അറിഞ്ഞ് അവൻ കൽപ്പിച്ചതനുസരിക്കുകയും അവൻ വിരോധിച്ചത് ഒഴിവാക്കുകയും വേറൊരു മാനദണ്ഡവുമില്ല. നന്മയേത് തിന്മയേത് എന്ന് മനുഷ്യൻ തീരുമാനിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ നാട്ടിലെ നന്മയായിരിക്കുകയില്ല അമേരിക്കയിലെ നന്മ, ഈ നാട്ടിലെ തിന്മയായിരിക്കുകയില്ല അമേരിക്കയിലെ തിന്മ. പലിശ ശരിയാണോ തെറ്റാണോ? ആത്മഹത്യ ശരിയാണോ തെറ്റാണോ? മദ്യപാനം, ദയാവധം ശരിയോ തെറ്റോ? മനുഷ്യ, നിന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചാൽ 10 ആളുകളുണ്ടെങ്കിൽ 10 അഭിപ്രായമായിരിക്കും. ഏതാണ് ശരി? ഇല്ല, മനുഷ്യന് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന, അവന് നന്മയേത് തിന്മയേതെന്നറിയുന്ന പടച്ചവരതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെ നടക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം, എന്തൊക്കെ അവന് പാടുണ്ട്, എന്തൊക്കെ അവന് പാടില്ല, ഏതൊക്കെയാണ് നന്മ, ഏതാണ് സദാചാരം, ഏതാണ് ദുരാചാരം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യൻ, എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ വിജ്ഞാനം, അള്ളാഹുവിന്റെ സന്ദേശം അത് സ്വീകരിക്കണം. അതിന് പ്രവാചകന്മാർ പറഞ്ഞതെന്തെന്ന് പഠിക്കണം. അത് ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്തോ അത് സഹോദരങ്ങളെ നിങ്ങളൊന്ന് പഠിക്കൂ, നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കൂ, അത് നിങ്ങൾ സ്വീകരിക്കൂ. പരലോകത്തേക്ക് നിങ്ങൾക്കുള്ള വിജയമാർഗം അത് മാത്രമാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണോ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവാൻ ശീലിക്കണം. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ,
അവനാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നവൻ. മുകളിലേക്ക് നോക്കിയാൽ കാണുന്നുണ്ടല്ലോ ഒരു മേൽക്കൂര പോലെയുള്ള ആകാശം. മേൽക്കൂര പോലെ നിങ്ങൾക്ക് ഈ ആകാശം ഒരു മേൽക്കൂരയാക്കി തന്നവൻ, ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. وأنزل من السماء ماء മുകളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നവൻ. فأخرج به من الثمرات رزقا لكم ആ വെള്ളം മുഖേന എന്റെയും നിങ്ങളുടെയും ജീവിതം നിലനിൽക്കുന്ന സസ്യലതാദികളെ, മരങ്ങളെ, പൂക്കളെ, വൃക്ഷങ്ങളെ ഒക്കെ പടച്ചിട്ടുള്ള അത് മുഖേനയാണ് ബാക്കിയുള്ള ജന്തുക്കൾ നിലനിൽക്കുന്നത്. ആ പടച്ചവനെ നിങ്ങൾ ആരാധിക്കും. فلا تجعلوا لله أندادا فلا تجعلوا لله أندادا وأنتم تعلمون. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനുഷ്യ, നീ നിന്റെ സൃഷ്ടാവിന് സമന്മാരെ ഉണ്ടാക്കല്ലേ, നീ നിന്റെ സൃഷ്ടാവിനെ അല്ലാത്തവരെ ആരാധിക്കല്ലേ. ഇതാണ് സഹോദരങ്ങളെ സൃഷ്ടാവിന് നമ്മോട് പറയാനുള്ളത്, നമ്മെ പടച്ചവന് നമ്മോട് പറയാനുള്ളത്. ഈ ലോകത്ത് പല തിന്മകളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, പല വൃത്തികേടുകളുണ്ട്. എല്ലാം ഈ പറഞ്ഞതെല്ലാം വളരെ മോശം തന്നെയാണ്, ഞാനും നിങ്ങളും വെറുക്കുന്നു. നമ്മളൊക്കെ ചില ആളുകൾ പുരോഗമനത്തിനു വേണ്ടി, ആളുകൾ സുഖിപ്പിക്കാൻ വേണ്ടി വ്യഭിചാരത്തിന്റെ പല രൂപങ്ങളും നല്ലതാണെന്ന് പറഞ്ഞേക്കാം. എന്തിനാ? നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു പുരോഗമനവാദിയാണ്, ഞാൻ പഴഞ്ചനല്ല എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ അത് അവന്റെ കുടുംബത്തിൽ നടക്കാൻ അവൻ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ല. അവന്റെ ഭാര്യ വ്യഭിചരിക്കുന്നവൻ ഇഷ്ടമാണോ? അവന്റെ പെങ്ങൾ വ്യഭിചരിക്കുന്നവൻ ഇഷ്ടമാണോ? അവന്റെ പെൺമക്കൾ വ്യഭിചരിക്കുന്നവൻ ഇഷ്ടമാണോ? അല്ലല്ലോ. മനുഷ്യൻ അവന്റെ ശുദ്ധ പ്രകൃതിയിൽ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അവന് മനസ്സിലാകും, ഇല്ല, അവനത് ഇഷ്ടപ്പെടുന്നില്ല, അത് തിന്മയാണെന്ന് അവന്റെ മനസ്സിനറിയാം. സഹോദര, എങ്കിൽ മനസ്സിലാക്കും, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മയാണ്, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മയാണ് നിന്നെ പടച്ച സൃഷ്ടാവിന് നീ പങ്കുകാരെ ഉണ്ടാക്കൽ. അവനൊരിക്കലും പൊറുക്കാത്ത തിന്മയാണിത്. അള്ളാഹു പറയുകയുണ്ടായി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല അവന് പങ്കുകാരെ ഉണ്ടാക്കുന്നത്, അവനെ അല്ലാത്തവർ ആരാധിക്കുന്നത്, അവനുള്ള ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നവൻ പൊറുക്കുകയില്ല. അതിന് താഴെയുള്ള തിന്മകൾ അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ പുറത്തു കൊടുക്കും. ആര് അല്ലാഹുവിൽ പങ്കു ചേർത്തുവോ അവൻ വലിയ പാപമാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമാണ്, സൂറത്തുൻ നിസാ ആണ്, 48-ാമത്തെ വാക്യമാണ്. സഹോദരങ്ങളെ, ഈ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. ഖുൽ പറയൂ, അൽഹംദുലില്ലാഹ്, സ്തുതികളെല്ലാം അല്ലാഹുവിനാണ്, ആകാശഭൂമികളെ പടച്ചവന്. വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ, അവൻ തെരഞ്ഞെടുത്ത അവന്റെ പ്രവാചകന്മാർക്കുമേൽ അവന്റെ സമാധാനം ഉണ്ടാകട്ടെ. അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, അല്ലാഹുവാണോ നല്ലത്? അതല്ല, അല്ലാഹുവിന് നിങ്ങൾ പങ്കുചേർത്തിട്ടുള്ള നിങ്ങളുടെ ആരാധ്യന്മാരാണോ നല്ലത്? അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅംബത്നാ ബിഹി ഹദായിഖ ذات ബഹജത മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. ആകാശഭൂമികളെ പടച്ചവൻ, മുകളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നവൻ, അത് മുഖേന ഭംഗിയുള്ള തോട്ടങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ, ആ മരങ്ങളെ മുളപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇലാഹും അല്ലാഹ്, അങ്ങനെയുള്ള അല്ലാഹുവിനോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ മറ്റു വല്ല ആരാധ്യന്മാരുമോ? ബൽഹും ഖൗമുൻ യഅദിലൂൻ. എന്നിട്ടും മനുഷ്യർ ചിന്തിക്കുന്നില്ലല്ലോ, അവർ തെറ്റിപ്പോവുകയാണല്ലോ. അമ്മൻ ജഅലൽ അർദ ഖറാറാ വജഅല ഖിലാലഹാ അൻഹാറാ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസാ അഇലാഹും മഅല്ലാഹ് അഇലാഹും മഅല്ലാഹ് അഇലാഹും മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അല്ലാഹു അവനാണല്ലോ നിങ്ങൾക്ക് ഭൂമിയെ ഇവിടെ സമാധാനമായി ജീവിക്കാനുള്ള ഒരു തൊട്ടിൽ പോലെ അല്ലാഹു ഭൂമിയാക്കി തന്നത്. ആ ഭൂമിക്കിടയിലൂടെ നദികളെ ഒഴുക്കി തന്നവൻ, അതുപോലെ ഉപ്പുവെള്ളത്തിനും നല്ല വെള്ളത്തിനും ഇടയിൽ വേർതിരിവുണ്ടാക്കിയവൻ. ഇലാഹും അല്ലാഹ്, അങ്ങനെയുള്ളവനായ അല്ലാഹുവിന് പുറമെ മറ്റു വല്ല ആരാധ്യന്മാരുമോ? ബൽ അക്സറുഹും ലാ യഅലമൂൻ. എന്നിട്ടും അവരിൽ ഭൂരിപക്ഷം പേരും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അമ്മൻ യുജീബുൽ മുൻസറ ഇദാ ദഅാ വയക്ഷിഫു സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് ഇലാഹും അല്ലാഹ്. ഗതികെട്ടവൻ, ബുദ്ധിമുട്ടുണ്ടായവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകുന്നവനാരാണ്? അവന്റെ പ്രയാസം നീക്കുന്നവനാരാണ്? മനുഷ്യരെ, നിങ്ങളെ തുടരെ മക്കളും മക്കളുടെ മക്കളുമായി ഈ ഭൂമിയിൽ നിലനിർത്തി തരുന്നവനാരാണ്? ഇലാഹും അല്ലാഹ്. ആ അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ആരാധ്യന്മാരുമോ?
ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. എന്താണ് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? അമ്മ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി അഇലാഹും മഅല്ലാഹ് തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അതെ, ഈ കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവനാരാണ്? ആ അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ? നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്നൊക്കെ അവനെത്ര പരിശുദ്ധനാണ്. അമ്മ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. ഇതാ പടപ്പ് തുടങ്ങുകയും സൃഷ്ടിപ്പ് തുടങ്ങുകയും എന്നിട്ട് സൃഷ്ടിപ്പ് ആവർത്തിച്ച് കൊണ്ടുവരികയും ചെയ്ത വീണ്ടും വീണ്ടും പടക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന, ഭക്ഷണം നൽകുന്ന, വെള്ളം നൽകുന്ന അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ? ഖുൽ ഹാതു ബുർഹാനകും, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. നിങ്ങൾ ചെയ്യുന്നത് സത്യമാണെങ്കിൽ, നിങ്ങൾ ഈ ചെയ്യുന്ന ബഹുദൈവാരാധനക്ക്, ശിർക്കിന്, അറബിയിൽ അതിന് ശിർക്ക് എന്ന് പറയും, അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഖുൽ, പറയൂ നബിയേ, പ്രവാചകരെ ഈ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കൂ, ലാ യഅലം, അറിയുകയില്ല, മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലുള്ളവരോ ഭൂമിയിലുള്ളവരോ അറിയുകയില്ല, അൽ ഗൈബ്, അദൃശ്യജ്ഞാനം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുപോലും മനുഷ്യന് അറിയില്ല. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തുൻ നംലിലെ 59 മുതൽ 65 വരെയുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തരങ്ങളിൽ നിന്ന്, ഒരിക്കലും ആ ഒരു മനുഷ്യനും അംഗീകരിക്കാത്ത കാടത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കല്ലേ സഹോദരങ്ങളെ. ഇസ്ലാമിന് അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കൂ. നിങ്ങളെ പടച്ച മനുഷ്യരെ, നിങ്ങളെ പടച്ച സൃഷ്ടാവിന്റെ മതമാണ് ഇസ്ലാം. ആരെങ്കിലും ഉണ്ടാക്കിയതല്ല, മനുഷ്യരുണ്ടാക്കിയതല്ല. നിങ്ങൾ മരിച്ച നാളെ പരലോകത്ത് ചെന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു ആദർശം സ്വീകരിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടൂ. ആ ആദർശമാണ് ഇസ്ലാം. ആരുടെയെങ്കിലും ചെയ്തികളിൽ നിന്ന് ഈ ഇസ്ലാമിനെ നിങ്ങൾ മനസ്സിലാക്കല്ലേ. അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന്, അതിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഗ്രന്ഥം. ആ പ്രവാചകന്റെ ജീവിതചര്യ, പ്രവാചകൻ അത് നടപ്പിൽ വരുത്തി പ്രായോഗികമാക്കി കാണിച്ചു തന്നു. ആ പ്രവാചകന്റെ ജീവിതമാണ് യഥാർത്ഥ ഇസ്ലാം. അതല്ലാതെ ആരെങ്കിലും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് ആത്മാർത്ഥമായി പഠിക്കുകയും ഈ മതത്തിലേക്ക്, ഈ ദീനിലേക്ക് വരികയും ചെയ്യണേ എന്ന് തന്നെയാണ് യാതൊരു മറയുമില്ലാതെ ആത്മാർത്ഥമായ ക്ഷണമെന്നോണം നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഞങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളോട് പറയാനുള്ള ബാധ്യതയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയണം, നിന്റെ ഈ ദീൻ ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ഈ വാക്കുകൾ ഞങ്ങൾ പറയുന്നത്. നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഇതിനു വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ, ഇതിന് യാതൊരു പ്രതിഫലവും, നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് നൽകണം, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ഞങ്ങൾക്ക് സംഭാവന നൽകണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ യാഥാർത്ഥ്യം സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിനു ശേഷം ഈ പ്രഭാഷണത്തിന്റെ ബാക്കി തുടരും. എല്ലാവരും കേൾക്കാൻ വേണ്ടി വരണം എന്ന് ഉണർത്തുകയാണ്. അഹ്ലുസുന്ന ബുക്സ്, ഇസ്ലാമിന്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഒതുങ്ങുന്ന ചില പുസ്തകങ്ങൾ അവിടെ വിൽപ്പനക്കുണ്ട്. താല്പര്യമുള്ള ആളുകൾ അത് വാങ്ങി വായിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ, പടച്ച റബ്ബ് നമ്മുടെ ഈ പ്രവർത്തനം ഒരു നല്ല പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹി മുഹമ്മദിൻ وعلى آله وصحبه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها ورزقها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها.
സഹോദരങ്ങളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് വന്നു ചേർന്നിട്ടുള്ള ആളുകളെ, പരിശുദ്ധ ഇസ്ലാം മാത്രമേ പരലോകത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. കാരണം ഈ മതം ഏതെങ്കിലും മനുഷ്യൻ അവന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾക്കനുസരിച്ചുണ്ടാക്കിയതല്ല, മറിച്ച് നമ്മുടെ കർത്താവായ ആകാശഭൂമികളുടെ രക്ഷിതാവായ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അവന്റെ കിതാബിൽ, അവന്റെ ഗ്രന്ഥത്തിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ 18-ാമത്തെ വാചകത്തിൽ 18-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമർ والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. അലം തറ, നീ കണ്ടില്ലയോ, നീ ആലോചിച്ചിട്ടില്ലയോ, അന്നല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്, സാഷ്ടാംഗം നമിക്കുകയാണ്, മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, വന്നുജൂമു വൽ ജിബാൽ, നക്ഷത്രങ്ങളും പർവ്വതങ്ങളും, വശജറു വദ്ദവാബ്, വൃക്ഷങ്ങളും സസ്യലതാദികളും ജന്തുജാലങ്ങളും, വകസീറും മിനന്നാസ്, മനുഷ്യരിൽ ഒരുപാട് ആളുകളും. മനുഷ്യരെ മാത്രം ഒരു വർഗമെന്ന നിലക്ക് മുഴുവനായി അല്ലാഹു പറഞ്ഞില്ല. കാരണം മനുഷ്യരിലുണ്ട് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായ ഒരു കൂട്ടർ. എന്തിനാണ് അവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായത്? അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചതിനാൽ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ ധിക്കരിച്ചതിനാൽ, അവരുടെ തോന്നിവാസത്തിനനുസരിച്ച് ജീവിച്ചതിനാൽ. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അല്ലാഹു ഒരുവനെ നിന്ദനാക്കിയാൽ അവനെ ബഹുമാനിക്കാൻ, അവൻ ആദരവ് നൽകാൻ ആരുമില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അവനല്ലാതെ ഒരാളുമില്ല. നോക്കൂ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ജന്തു, ഏതെങ്കിലും ഒരു മനുഷ്യനല്ലാത്ത ജീവിവർഗം മറ്റൊരു ജീവിയെ ആരാധിച്ചിട്ടുണ്ടോ? ഒരു പശു പോത്തിനെ ഇന്നവർ ആരാധിച്ചിട്ടുണ്ടോ? ഒരു പൂച്ചയെ എലി എന്നിവർ ആരാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും ബുദ്ധിമാനായ മനുഷ്യനെ ഏതെങ്കിലും ഒരു പോത്തോ പശുവോ ആടോ പൂച്ചയോ ആരാധിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യനാണ്, ഈ ബുദ്ധിമാനായ മനുഷ്യനാണ് പിശാചവനെ വഞ്ചിച്ചു കളഞ്ഞത് കാരണത്താൽ അല്ലാഹു അല്ലാത്ത വെറും പടപ്പുകളെ, മരിച്ചു പോകുന്നവരെ ആരാധിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവരാരും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ അശംസ വൽ ഖമർ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 13 മുതലുള്ള ആയത്തുകൾ. യൂലിജുൽ ലൈല ഫിന്നഹാർ, രാത്രിയെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വസഖറ അശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ, എല്ലാം അതിൻ്റെതായ സഞ്ചാരപാതയിലൂടെ അതിനെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയത്തേക്ക് അത് സഞ്ചരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്, അങ്ങനെയുള്ളവൻ, ഇതൊക്കെ ചെയ്തവൻ ആ അല്ലാഹു, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങളെ പടച്ചവൻ, നിങ്ങളുടെ സംരക്ഷകനും നിങ്ങളുടെ നിയന്താവും. ലഹുൽ മുൽക്, എല്ലാ അധികാരങ്ങളും അവനാണുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് യാതൊരു അധികാരവുമില്ല. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന അവയവങ്ങളുടെ നിയന്ത്രണം പോലും ദുർബലരായ നമുക്കില്ല. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, അല്ലാഹുവിന് പുറമെ ആരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും, എത്ര നിസ്സാരമായ വസ്തുവാണത്, എത്ര ലോലമാണത്, എത്ര മൃദുലമാണത്, എത്ര വില കുറഞ്ഞ സാധനമാണത്. അതുപോലും, അതിന്റെ പോലും ഉടമസ്ഥാവകാശം, അതിനെ പോലും പടക്കുകയോ അതിനെ പോലും നിയന്ത്രിക്കുകയോ ചെയ്യാനുള്ള അധികാരം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കില്ല. ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും, ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും,
നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി അവർ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, മനുഷ്യരെ ഈ വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ സൂക്ഷ്മജ്ഞാനിയായ എല്ലാം അറിയുന്ന അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല നിങ്ങൾക്ക് ഈ വിവരം പറഞ്ഞു തരാൻ. യാ അയ്യുഹന്നാസ്, വീണ്ടും അല്ലാഹു വിളിക്കുകയാണ്, ഓ മനുഷ്യ, ഏത് മതത്തിൽപ്പെട്ടവനുമാകട്ടെ, ഇതാ മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചവൻ വിളിക്കുകയാണ്. അവന്റെ ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഫുഖറാക്കളാണ് നിങ്ങൾ, ദരിദ്രരാണ്. അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ് നിങ്ങളെല്ലാവരും. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹു അവനാണ് സ്വയം പര്യാപ്തൻ, സ്വന്തമായി കഴിവുള്ളവൻ, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ, ഏറ്റവും മുകളിൽ നിന്ന് എല്ലാം നിയന്ത്രിക്കുന്നവൻ, അതീവ സൗന്ദര്യമുള്ളവൻ. അവനെ കണ്ടാൽ സ്വർഗവാസികൾ സ്വർഗത്തിലെ സുഖങ്ങളെല്ലാം മറന്നു പോകുമാറ് സൗന്ദര്യമുള്ളവനായ അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇൻ യശഅ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരെയും മാറ്റി, നിങ്ങളെല്ലാവരെയും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി, നിങ്ങൾക്ക് പകരം പുതിയ ഒരു സൃഷ്ടിയെ ഇവിടെ പകരം കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചാൽ അവരത് നടപ്പിലാക്കും. നിഷ്പ്രയാസം, അവരൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ല അത് ചെയ്യാൻ. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം. ഇത് സ്വീകരിച്ചാലല്ലാതെ യഥാർത്ഥ സമാധാനം ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നുവോ, നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്നറിയുമോ? അല്ലാഹു തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ 31-32 ആയത്തുകളിൽ, ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി, ഹുനഫാഅ ലില്ലാഹ്, ഋജുമാനസരായി, നല്ല മനസ്സിന്റെ വക്രതയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി, ഗൈറ മുശ്രിക്കീന ബിഹി, നിങ്ങളുടെ സൃഷ്ടാവിനെ, നിങ്ങളുടെ നിയന്താവിനെ അവനിന്റെ ആരാധനയിൽ പങ്കുചേർക്കാതെ നിങ്ങൾ ജീവിക്കുക. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ഫകഅന്നമാ ഖറ മിനസ് സമാ, അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു الطير ഔ തഹ്വീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്, ഒന്നുകിൽ അവനെ പക്ഷികൾ റാഞ്ചിയെടുത്തു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റവനെ കൊണ്ടു തള്ളുന്നു ദൂരെ എവിടെയെങ്കിലും. അതാണ് സഹോദരങ്ങളെ അല്ലാഹുവിൽ പങ്കുചേർത്തവരുടെ അവസ്ഥ. അല്ലാഹുവിൽ പങ്കുചേർത്തവരുടെ അവസ്ഥ അതാണ്. അല്ലാഹുവിൽ മാത്രം വിശ്വസിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ ആകാശത്തിനു മുകളിലാണ് അവരുടെ സ്ഥാനം. ആകാശത്തിലെന്ന പോലെയാണ് ഈമാനിന്റെ സത്യവിശ്വാസത്തിന്റെ അവസ്ഥ. അതിൽ നിന്ന് വിട്ടുപോയവർ അതിൽ നിന്ന് താഴേക്ക് വീണവരെ പോലെയാണ്. അവരിങ്ങനെ ഒരു ദിബ്യനിൽ നിന്ന് അടുത്ത ദിബ്യനിലേക്ക്, ഒരു ബിംബത്തിൽ നിന്ന് അടുത്ത ബിംബത്തിലേക്ക്, ഒരു മഖ്ബറയിൽ നിന്ന് അടുത്ത മഖ്ബറയിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഒരു സമാധാനം അവർക്ക് ലഭിക്കുകയില്ല. മറിച്ച് അല്ലാഹുവിനെ മാത്രം ആരാധിച്ചവർക്ക് അവർക്കാണ് യഥാർത്ഥ സമാധാനം. അവരാണ് യഥാർത്ഥത്തിൽ ആശ്വാസമുള്ളവർ. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച അവൻ നോക്കിക്കൊള്ളും, അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല, അവൻ വിധിച്ചതല്ലാതെ ഒന്നും വരാനില്ല എന്ന് പഠിച്ച ആളുകൾക്ക് യാതൊരു പ്രയാസവുമില്ല. അതാണല്ലോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ കുട്ടിയെ പഠിപ്പിച്ചു കൊടുത്തത്. യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, അവന്റെ വിധിവിലക്കുകൾ നീ അനുസരിക്കുക. യഹ്ഫളുക, അല്ലാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫളില്ലാഹ് തജിദുഹു തുജാഹക്, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം. ഈ ലോകത്ത് അവന്റെ സഹായം നിനക്ക് മുന്നിൽ കാണാം, പരലോകത്ത് സ്വർഗത്തിൽ അവനെ നിനക്ക് നേരിട്ട് കാണാം. എന്നിട്ട് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോടോ അല്ല, ബിംബങ്ങളോടല്ല, കല്ലുകളോടല്ല, മരങ്ങളോടല്ല, ആരോടുമല്ല, പടച്ചവനായ സത്താവായ അല്ലാഹുവിനോട് നീ സഹായം തേടുക. വഅലം, മോനെ നീ മനസ്സിലാക്കുക, അന്നൽ ഉമ്മത ലൗ ഇസ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ ലോകത്തെ മനുഷ്യരെല്ലാവരും ഒരുമിച്ചുകൂടി. എന്തിനാണ് അവർ ഒരുമിച്ചുകൂടിയത്? നിനക്കൊരു ഉപകാരം ചെയ്തു തരാൻ.
പക്ഷേ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും അല്ലാഹു നിനക്ക് കിട്ടണമെന്ന് തീരുമാനിച്ച ഒരു ഉപകാരമല്ലാതെ ഒരു തരിമ്പ് പോലും അതിനപ്പുറം ചെയ്തു തരാൻ അവർക്ക് സാധിക്കുകയില്ല. അതുപോലെ മോനെ നീ മനസ്സിലാക്കണം, വലൗ ഇജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ അലാ ശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. ഇനി മനുഷ്യരെല്ലാവരും ഒരുമിച്ചുകൂടി, മോനെ ഈ ലോകത്തുള്ള എല്ലാവരും നിനക്കെതിരിൽ ഒരുമിച്ചുകൂടി നിന്നെ ഉപദ്രവിക്കാൻ, നിന്നെ പ്രയാസപ്പെടുത്താൻ, പക്ഷേ അല്ലാഹു നിനക്ക് വരണമെന്നുദ്ദേശിച്ച ഒരു ഉപദ്രവമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു തരിമ്പ് പോലും നിന്നെ ഉപദ്രവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹുഫ്, അല്ലാഹു ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചവന്റെ പേനകൾ ഉയർത്തപ്പെട്ടു, ആ ഏടുകൾ ഉണങ്ങിപ്പോയി. അതല്ലാതെ നടക്കുകയില്ല. ഈ വിശ്വാസമുള്ളവർക്കല്ലാതെ ആർക്കാണ് ഇവിടെ സമാധാനം ഉണ്ടാവുക? ഈ വിശ്വാസമുള്ളവർക്കല്ലാതെ ആർക്കാണ് സമാധാനമായി ആത്മഹത്യകളെ കുറിച്ച് ചിന്തിക്കാതെ പരലോകത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്റെ റബ്ബ് വിധിച്ചതല്ലാതെ വരികയില്ല എന്ന് സമാധാനത്തോടെ ജീവിക്കാൻ മറ്റാർക്ക് സാധിക്കും? മറ്റാർക്കാണ് സമാധാനം ഉണ്ടാവുക? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, അല്ലാഹു അല്ലാത്ത ആരാധ്യരെ സ്വീകരിച്ച ആളുകൾക്ക് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു അവർക്കൊരു ഉദാഹരണം പറയുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമർ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 29-ാമത്തെ വാക്യമാണ്. ضرب الله مثلا رجلا فيه شركاء متشاكسون ورجلا سلما لرجل هل يستويان مثلا الحمد لله بل أكثرهم لا يعلمون. അല്ലാഹു ഇതാ ഒരു മനുഷ്യന്റെ ഉദാഹരണം വിവരിച്ചു തരാൻ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? ഫീഹി ശുറകാഉ മുതശാക്കിസൂൻ. അയാൾ ഒരു അടിമയാണ്. അടിമ സമ്പ്രദായത്തിൽ അടിമയായി ജീവിക്കേണ്ടി വന്ന മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് യജമാനന്മാരുണ്ട്. പല താല്പര്യങ്ങളുള്ള പല മുതലാളിമാരവനുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനും വറജുലൻ സലമൻ റജുൽ, ഒരൊറ്റ മനുഷ്യന്റെ അടിമയായ ഒരു മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യന്റെ അടിമയായവൻ, അയാൾക്ക് ഒരു താല്പര്യമേ ഉള്ളൂ. എന്താണ് രണ്ടുപേരുടെ അവസ്ഥ? ഒരുവൻ നഷ്ടം തിരിയും, ആരെ തൃപ്തിപ്പെടുത്തണം? ഒന്ന് ചെയ്താൽ ഒരുത്തന് ഇഷ്ടമായിരിക്കും, മറ്റൊന്ന് ഇഷ്ടമായിരിക്കില്ല. അങ്ങനെ ആരെ തൃപ്തിപ്പെടുത്തണം എന്ന് ബേജാറായി അങ്കലാപ്പിലായി അസ്വസ്ഥനായി ജീവിക്കുന്നവനും ഒരൊറ്റ മുതലാളി അവനുള്ള, ഒരൊറ്റ യജമാനേ ഉള്ളൂ. അയാളുടെ താല്പര്യങ്ങൾ അവനറിയാം, അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അറിയാം. അത് ചെയ്ത് ജീവിക്കുന്നവന്റെയും ഉദാഹരണം അങ്ങനെയുണ്ട്. ഇതാണ് മുശ്രിക്കുകളുടെയും മുവഹിദുകളുടെയും ഉദാഹരണം. അല്ലാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തേണ്ട ഈ ലോകത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ മാത്രം ആരാധിക്കുന്നവർക്ക് എന്തൊരു സമാധാനമാണ്. അവൻ എന്തൊക്കെയാണ് അവൻ ഇഷ്ടം, അവൻ പാടുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ അതവന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം പേടിക്കുക, അവനിൽ മാത്രം പരമേൽപ്പിക്കുക, അവനെ മാത്രം പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തൊരു സമാധാനമാണ്. അവനോട് മാത്രം പ്രാർത്ഥിക്കുക, ഏതൊരു വേവലാതിയിലും എല്ലാ പ്രയാസങ്ങളിലും അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ദാരിദ്ര്യമാണോ മനുഷ്യ നിന്റെ ബുദ്ധിമുട്ട്? ആകാശഭൂമികളുടെ ഖജനാവുകളുടെ ഉടമസ്ഥനായ അല്ലാഹുവിനെ നീ വിളിച്ചു പ്രാർത്ഥിക്കൂ. അവനോട് മാത്രം നീ തൊടും, വേറെ ആരെയും നീ ആശ്രയിക്കരുത്. നീ സമാധാനമടയും. പരിശുദ്ധ സ്വർഗത്തിൽ സമാധാനത്തിന്റെ ഭവനത്തിൽ അല്ലാഹു നിന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നോക്കണം സഹോദരങ്ങളെ, അതാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവന്റെ ഉദാഹരണം. എന്നിട്ട് റബ്ബ് പറഞ്ഞു അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും പ്രപഞ്ച സത്താവായ അല്ലാഹുവിന് മാത്രമാണ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ. എന്നിട്ടും മനുഷ്യർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ സത്യവും അസത്യവും വേർപെടുത്തി കാണിച്ചു തന്ന അല്ലാഹുവിനാണ് സ്തുതി. മറ്റൊരു സൂറത്തിൽ പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായം സൂറത്തുൽ അൻകബൂത്തിൽ 41-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت. അല്ലാഹു അല്ലാത്തവരെ രക്ഷാധികാരികളായി വലിയകളായി സ്വീകരിച്ച ആളുകളുടെ ഉദാഹരണം ഒരെട്ടുകാലിയെ പോലെയാണ്. അതൊരു വീട് നിർമ്മിച്ചു. വീടുകളിൽ ഏറ്റവും ദുർബലം എട്ടുകാലിയുടെ വീട് തന്നെ. ചിലന്തിയുടെ വീടിനേക്കാളും ദുർബലമാണ് ബഹുദൈവ വിശ്വാസികളുടെ അവസ്ഥ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കൂ. മനുഷ്യാനിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കൂ. നിന്റെ ശക്തിക്ക് പുറമെ അല്ലാഹു നിനക്ക് ശക്തി നൽകും, നിനക്ക് ധൈര്യം നൽകും, നിനക്ക് സമാധാനം നൽകും.
നിനക്ക് പ്രതീക്ഷയുള്ള ജീവിതം നൽകും. അള്ളാഹു അല്ലാത്തവരാരാധിച്ചവരെ നീ അങ്കലാപ്പിലായിരിക്കും, നീ അസ്വസ്ഥനായിരിക്കും. എന്ത് ചെയ്യണം, എന്ത് വിശ്വസിക്കണം, ആരെ പേടിക്കണം, ആരെ പേടിക്കണ്ട, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ല. നീ ഇരുട്ടിലാണ് മനുഷ്യ. അള്ളാഹു നിന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടില്ലെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. ഇരുട്ടുകളിൽ നിന്ന്, തപ്പിത്തടയേണ്ട അവസ്ഥയിൽ നിന്ന് പ്രകാശത്തിലേക്ക് അവനിൽ വിശ്വസിച്ച ആളുകളെ വഴി നടത്തുന്നു. അവർക്ക് അങ്കലാപ്പില്ല. എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള അങ്കലാപ്പില്ല. പ്രവാചകന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസിക്കണം. അല്ലാത്തതൊക്കെ അന്ധവിശ്വാസമാണ്. അല്ലാത്ത ആളുകൾക്ക് എന്താണ് അന്ധവിശ്വാസം, എന്താണ് വിശ്വാസം എന്നറിയുകയില്ല. ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്നറിയുകയില്ല. ഇരുട്ടിലാണവർ. അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിശാചുക്കൾ അവരെ കൊണ്ടുപോകുന്നത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ള ഉദാഹരണം. അല്ലാഹു ഒരിക്കലും അവരിൽ പങ്കുചേർക്കുന്നത് പൊറുക്കുകയില്ല. അവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്നാണ്. നാളെ പരലോകത്ത് നമ്മൾ ചെന്നു ചേരാൻ ആഗ്രഹിക്കുന്ന, പിന്നെ മരണമില്ലാത്ത, താഴ്ഭാഗത്തോടുകൂടി അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുകയില്ല. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവരുടെ സങ്കേതം നരകമാകുന്നു. ആ അക്രമികൾക്ക് സഹായിയായി ആരും ഉണ്ടായിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞതാരെന്നറിയുമോ? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇത് ആര് പറഞ്ഞതായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളതെന്നറിയാമോ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പ് അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ച, ക്രൈസ്തവർ യേശു എന്ന് വിളിക്കുന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെയാണ്, അദ്ദേഹം പറഞ്ഞതായാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹം അവിടുന്ന് അല്ലാഹുവിന്റെ മഹാപ്രവാചകനാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. മനുഷ്യരെല്ലാം പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ജനങ്ങളിലേക്ക് വന്ന മഹാനായ പ്രവാചകനാണ് ഈസ. യേശു എന്ന് വിളിക്കപ്പെടുന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 72 മുതൽ 75 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു പറയുകയാണ്, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. അല്ലാഹു ഈസാ നബിയാണ് അല്ലാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അല്ലാഹുവിനെ നിഷേധിച്ചിരിക്കുന്നു. അവർ അല്ലാഹുവിനെ നിഷേധിച്ചിരിക്കുന്നു, സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു, അല്ലാഹുവിനോട് അങ്ങേയറ്റത്തെ നന്ദികേട് കാണിച്ചിരിക്കുന്നു. വഖാലൽ മസീഹ്, യഥാർത്ഥത്തിൽ മസീഹ് മിശിഹ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പറഞ്ഞത് ജനങ്ങളോട്? യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ. എന്നെയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്റെ പിതാവായ മറിയം, എന്റെ മാതാവായ മറിയമിനെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. കാരണം എന്താണ്? റബ്ബി വ റബ്ബക്കും, അവനാണ് എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവൻ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ സൂര്യൻ ഉദിച്ചിരുന്നുവല്ലോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ രാവും പകലും ഉണ്ടായിട്ടുണ്ടല്ലോ, മഴയും കാറ്റും വെളിച്ചവും ഇരുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിനെയൊക്കെ പടച്ച് അതിനെയൊക്കെ നിയന്ത്രിച്ച അതിന്റെയൊക്കെ ഉടമസ്ഥനായവനാരോ? എന്റെ റബ്ബായ നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ ആരാധിക്കും ഇസ്രായേൽ സന്തതികളെ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹുവിൽ പങ്കുചേർത്തവരാരോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. അവരുടെ സങ്കേതം നരകമാണ്. അവരവിടെ ആക്രമികൾക്ക് സഹായികളായി ആരും ഉണ്ടാവുകയില്ല. യേശുവിനെ സ്നേഹിക്കുന്നവരെ, ഈസാ നബിയെ സ്നേഹിക്കുന്നവരെ, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരോട് പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, എന്നെ ആരാധിക്കൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. ഇനി ഈസാ നബി അല്ലാഹു ആണെന്ന് പറയുന്നവർ മാത്രമല്ല നിഷേധികൾ, മറിച്ച് ഈസാ നബി 3 ദൈവങ്ങളിൽ ഒരുവനാണ്. ത്രിയേകത്വത്തിൽ അതിൽ വിശ്വസിച്ച 3 ദൈവങ്ങളിൽ ഒരുവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളും വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി
ഒരൊറ്റ ആരാധനക്കർഹൻ മാത്രമേ ഉള്ളൂ, അല്ലാഹു മാത്രമേ ഉള്ളൂ. വഇല്ലം യൻതഹു അമ്മാ യഖൂലൂന ലയമസ്സന്ന അല്ലദീന കഫറൂ മിൻഹും അദാബുൻ അലീം. അവർ പറയുന്ന ഈ കാര്യത്തിൽ നിന്ന് അവർ വിരമിച്ചിട്ടില്ലെങ്കിൽ, ഇത് നിർത്താൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നാളെ പരലോകത്ത് അല്ലാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങുന്നില്ലേ? ഈ അല്ലാഹുവിന്റെ പ്രസ്താവിന് ഇഷ്ടമല്ലാത്ത വാദം നിർത്തിവെച്ചും അവനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് അവർ മടങ്ങുന്നില്ലേ? അവരോട് പാപമോചനം തേടുന്നില്ലേ? അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലോ, അവൻ റഹീമാണല്ലോ, കരുണാവാരിധിയാണല്ലോ. മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ. മസീഹ് ഈസ യേശു അല്ലാഹുവിന്റെ മഹാപ്രവാചകനാണ്, പ്രവാചകൻ മാത്രമാണ്, അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്. മനുഷ്യർക്ക് അല്ലാഹുവിന്റെ മതം എന്താണ്, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കാൻ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ദൂതനാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അവിടത്തേക്ക് മുമ്പും ഈസാ നബിക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂസാ നബി വന്നിട്ടുണ്ട്, നൂഹ് അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, യൂസുഫ് അലൈഹിസ്സലാം വന്നിട്ടുണ്ട്, ആദം നബി വന്നിട്ടുണ്ട്, ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. അവരെ പോലെ ഒരു റസൂല് മാത്രമാണ്. വഉമ്മുഹു സിദ്ദീഖ. ഈസാ നബിയുടെ ഉമ്മ മറിയം, ജൂതന്മാർ പറയുന്നത് പോലെ അവരൊരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, പരിശുദ്ധയായ സത്യസന്ധയായ സ്ത്രീയാണ്. പക്ഷേ അല്ലാഹുവിന്റെ അടിമയാണ്, മനുഷ്യനാണ്. വിശപ്പും ദാഹവും ഉണ്ടായിരുന്ന മനുഷ്യ സ്ത്രീയായിരുന്നു, സത്യസന്ധയായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന മഹതിയായ ഒരു സ്ത്രീയായിരുന്നു. കാന യഅകുലാനി തആം. ഈസാ നബി ആരാധിക്കുന്നവരെ, യേശുവിനെയും മറിയമിനെയും ആരാധിക്കുന്നവരെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു. നമ്മളെപ്പോലെ, എന്നെപ്പോലെ, നിങ്ങളെപ്പോലെ, അല്ലാഹുവിനെ പോലെയല്ല. അവന് ഭക്ഷണം വേണ്ട, അവൻ വിശപ്പില്ലാത്തവനാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അല്ലാഹു പറഞ്ഞല്ലോ സൂറത്തുൽ സാരിയാത്തിൽ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സാരിയാത്തിൽ, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അല്ലാഹുവാണ് റസ്സാഖ്, നിങ്ങൾക്ക് ഏവർക്കും ഉപജീവനം നൽകുന്നവൻ അവനാണ് കൂട്ടരെ. അവന് നിങ്ങളുടെ ഭക്ഷണം വേണ്ട, ആരുടെയും ആശ്രയം വേണ്ടാത്തവനാണ്. ഈസയും മറിയവും രണ്ടുപേരും മഹാനായ ആ പ്രവാചകനും മഹതിയായ ആ പ്രവാചകന്റെ ഉമ്മയും ഭക്ഷണം കഴിച്ചിരുന്നു, പച്ച മനുഷ്യരായിരുന്നു. നോക്കൂ നിങ്ങൾ മനുഷ്യരെ, നിങ്ങൾ നോക്കൂ, കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്. എങ്ങനെയാണ് അല്ലാഹു അവന്റെ ആയത്തുകൾ, അവന്റെ വചനങ്ങൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് ഈ കാര്യം? സുമ്മൻദുർ അന്നാ യുഫകൂൻ. എന്നിട്ടും അവരെങ്ങനെയാണ് തെറ്റിപ്പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഖുൽ, പറയൂ നബിയേ, മനുഷ്യരോട് പറയൂ, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുകയോ? മാ ലാ യംലികു ലക്കും ദർറൻ വലാ നഫഅ. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താത്ത മനുഷ്യരെ, നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുകയോ? വല്ലാഹു ഹുവ സമീഉൽ അലീം. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. നിങ്ങളുടെ ഹൃദയത്തിലെ ഇടിപ്പുകൾ, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം, മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് അറിയുന്ന അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന്റെ വെറും സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുകയോ? അവരെത്ര മഹാന്മാരായിരുന്നാലും, അവരെത്ര നല്ല ആളുകളായിരുന്നാലും സ്നേഹത്തിന് അവർ അർഹരാണ്, അവരെ പിന്തുടരാൻ അവർ അർഹരാണ്. ആരാധനയുടെ ഒരു അംശത്തിനും അവർ അർഹരല്ല, അവരത് പഠിപ്പിച്ചിട്ടുമില്ല. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഖുൽ യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ക്രൈസ്തവരെ, യഹൂദികളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിര് കവിയരുതേ. അതിര് കവിഞ്ഞിട്ടാണ് ഈസാനെ അള്ളാഹുവിന്റെ പുത്രനാക്കിയത്, അള്ളാഹു ആക്കിയത്. മറിച്ച് അല്ലാഹു സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സത്യമല്ലാത്തത് നിങ്ങൾ അതിര് കവിഞ്ഞ് സ്ഥാപിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത വാക്കുകൾ പറഞ്ഞ് പേച്ചുപോയിട്ടുള്ള ആളുകളെ പിഴപ്പിച്ചിട്ടുള്ള യഥാർത്ഥ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളെ നിങ്ങൾ പിൻപറ്റരുതേ എന്ന് അള്ളാഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ്. അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകനായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫിലെ 61-ാം അധ്യായം സൂറത്തു സഫിലെ 6-ാമത്തെ വചനം വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്
ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. ഈസ അലൈഹിസ്സലാം യേശു ജനങ്ങളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ ബനി ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്. അല്ലാഹു ആണെന്നല്ല, എന്നെ ആരാധിക്കണമെന്നല്ല, ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിന്റെ ദൂതനാണ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുവാൻ വന്ന ദൂതൻ. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്, എനിക്ക് മുമ്പ് വന്ന മൂസാ പ്രവാചകന്റെ അലൈഹിസ്സലാം കയ്യിൽ അല്ലാഹു കൊടുത്തയച്ച തൗറാത്ത് എന്ന ഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്നവനായ വന്ന പ്രവാചകൻ. വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് വന്ന പ്രവാചകൻ. ആരെക്കുറിച്ചാണ് സന്തോഷ വാർത്ത അറിയിച്ചത്? ബിറസൂലിൻ യഅ്തീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് അഥവാ മുഹമ്മദ് എന്നു പേരുള്ള പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം. ആ പ്രവാചകൻ എന്ത് ശരിയെന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യണം, എന്ത് തെറ്റാണെന്ന് പറഞ്ഞത് നിങ്ങൾ വെടിയണം. കാരണം അള്ളാഹുവിന്റെ സന്ദേശം അനുസരിച്ചാണ് നിങ്ങൾക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു വന്ന പ്രവാചകനാണ് ഞാൻ. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നപ്പോൾ, വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് മായാജാലമാണ്, മുബീൻ, വ്യക്തമായ മായാജാലമാണെന്ന് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഈസ അലൈഹിസ്സലാം. യേശു പിതാവില്ലാതെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദൈവത്തിന്റെ പുത്രനാണ് ഈസ അലൈഹിസ്സലാം എന്ന് ക്രൈസ്തവർ പറയാനുണ്ടായ കാരണം. അങ്ങനെ ആയിരുന്നെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പുത്രനാവാൻ കൂടുതൽ യോഗ്യത ആദമിനായിരുന്നില്ലേ? ആദം ഉപ്പയും ഉമ്മയും ഇല്ലാതെ ജനിച്ച വ്യക്തിയായിരുന്നില്ലേ? അതാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായത്തിൽ സൂറത്തു ആല ഇമ്രാനിൽ 59-60 ആയത്തുകളിൽ, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ ثم قال له كن فيكون. അല്ലാഹുവിൽ ഈസാ നബിയുടെ ഉദാഹരണം ആരെപ്പോലെയാണ്? ആദമിനെ പോലെയാണ്. ആദ്യത്തെ മനുഷ്യനായ ആദമിനെ പോലെയാണ്. കാരണം ആദമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്ന് പടച്ചു. സുമ്മക്കാൽ, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കുൻ, നീ ഉണ്ടാവുക, ഫയകൂൻ, അപ്പോൾ അത് ആദം നബി ഉണ്ടാവുകയായി. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ ഫലാ തകുൻ മിനൽ മുംതരീൻ. ഇതാണ് സത്യം. അതുകൊണ്ട് നീ സംശയാലുക്കളിൽ പെട്ടുപോകല്ലേ. അള്ളാഹുവിന്റെ വെറും പ്രവാചകനെ നീ ദൈവമാക്കല്ലേ. അള്ളാഹുവിനെ നീ ആരാധിക്കൂ, അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കൂ. ഈസാ നബി അടക്കം എല്ലാ പ്രവാചകന്മാരും, നമുക്ക് പേരറിയുള്ള പ്രവാചകന്മാരാവട്ടെ, നമുക്ക് പേരറിയാത്ത പല നാടുകളിൽ വന്ന, ചിലപ്പോൾ ഈ നാട്ടിലേക്കും ഇന്ത്യയിലേക്കും മുമ്പ് പ്രവാചകന്മാർ വന്നിരിക്കാം, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ. അവരെല്ലാം പറഞ്ഞത് എന്താണ്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകന്മാർ എന്നു പേര് നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയ, അതിലെ 25-ാമത്തെ വാക്യത്തിൽ അല്ലാഹു പറയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, മുഹമ്മദ് നബിയെ നിനക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, ആ ദൂതന് നാം ബോധനം നൽകിയിട്ടല്ലാതെ, സന്ദേശം നൽകിയിട്ടല്ലാതെ. എന്താണ് സന്ദേശം നൽകിയത് അല്ലാഹു എല്ലാ പ്രവാചകന്മാർക്കും? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. ഇതാണ് എല്ലാ നബിമാരും വന്ന് ജനങ്ങളോട് ആദ്യമായി പറഞ്ഞത്. അവരോട് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നൊക്കെ പറയുന്നതിന് മുമ്പേ, എല്ലാ നന്മകളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പേ, എല്ലാ തിന്മകളിൽ നിന്നും അവരെ വിലക്കുന്നതിന് മുമ്പേ, ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് അഥവാ ബഹുദൈവാരാധനയിൽ നിന്നാണ് പ്രവാചകന്മാരെ അവർ വിലക്കിയിട്ടുള്ളത്. പിന്നെ മനുഷ്യരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, നിങ്ങളെയും എന്നെയും പടച്ചവനെ, നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചവനെ അല്ലാതെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അല്ലാഹു ചോദിച്ചില്ലേ പരിശുദ്ധ ഖുർആനിൽ, ഫഅയ്ന തദ്ഹബൂൻ, മനുഷ്യരെ പിന്നെ എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നത്? അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, ഇസ്ലാം നിങ്ങൾ സ്വീകരിക്കൂ. അതാണ് തുറന്നു പറയാനുള്ളത് സഹോദരങ്ങളെ. ആർക്കു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടി. പരലോകമില്ലെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ ആയത്തിലുള്ള അല്ലാഹുവിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. അഫഹസിബതും, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ,
നിങ്ങളെ അള്ളാഹു വെറുതെ പടച്ചതാണെന്ന്. മനുഷ്യ, ഈ കണ്ണും കാതും ഈ ഹൃദയവും ബുദ്ധിയും ചിന്താശേഷിയും വിവേകവും ഒക്കെ നൽകി നിന്നെ വെറുതെ പടച്ചതാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? മനുഷ്യർ കാലികളെപ്പോലെ, കന്നുകാലികളിലെ പോലെ ഇവിടെ മരിച്ച് മണ്ണോട് ചേർന്ന് അങ്ങനെ തീരുമെന്നാണോ നിന്റെ ജീവിതം? അങ്ങനെ തീരുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അല്ലാഹു നിന്നെ വെറുതെ പടച്ചതാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടങ്ങി വരികയില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്, മനുഷ്യാനിന്റെ സൃഷ്ടാവിന്റെ ചോദ്യമാണ്. ഇത് ബാത്തിലായ, ഇത് വ്യർത്ഥമായൊരു വിചാരമാണ്. നമ്മൾ മരിച്ചാൽ അങ്ങ് തീർന്നു പോകും, അല്ലെങ്കിൽ നമ്മളെ കർമ്മങ്ങൾക്കനുസരിച്ച് നാളെ പിന്നീട് പുനർജന്മമായി ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ആളായി ജനിക്കുമോ എന്നുള്ള വിശ്വാസം വ്യർത്ഥമാണ് സഹോദര. നീ മരിച്ചാൽ ഒരു നാൾ ഈ ലോകം അവസാനിക്കും. അതിനുശേഷം അള്ളാഹു ഭൂമിയെ ഭൂമിയല്ലാതാക്കിക്കളയും, എല്ലാം നശിച്ചു തീരും. പിന്നീട് നിന്നെ അള്ളാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. നീ ഇവിടെ വിശ്വസിച്ച ഓരോ വിശ്വാസത്തിനും, നീ ചെയ്ത ഓരോ കർമ്മത്തിനും കണക്ക് പറയേണ്ടി വരും. അത് നിന്നെ പടച്ച സൃഷ്ടാവ് അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ നിന്നെ പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നിന്റെ സ്ഥാനം നരകത്തിലാണ്. അതല്ല, നിന്നെ നന്നാക്കാൻ വേണ്ടി നിന്റെ സൃഷ്ടാവ് അയച്ചിട്ടുള്ള നിനക്ക് നേർമാർഗം കാണിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ, അവരിൽ അന്തിമനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു പ്രവാചകനില്ല. ആ പ്രവാചകൻ പഠിപ്പിച്ചത് നീ അനുസരിച്ചിട്ടുണ്ടോ? ആ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസത്തിലും കർമ്മത്തിലുമാണോ നീ ജീവിച്ചു മരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ നീ നരകത്തിലാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ള സന്ദേശം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വേണ്ടവൻ വിശ്വസിക്കട്ടെ, വേണ്ടാത്തവൻ അവിശ്വസിക്കട്ടെ. പക്ഷേ നാളെ പരലോകമുണ്ട് കേട്ടോ. ഇന്ന് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ചിന്തിച്ചോളൂ, നിന്റെ ജീവിതം, നിന്നെ പടച്ചവൻ, നിന്റെ ഭരണം, നിന്റെ ഭരണത്തിന് ശേഷമുള്ള ജീവിതം, നിന്റെ ഈ ജീവിതം വ്യർത്ഥമാണോ? നിന്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ? നീ ഇവിടെ ജീവിച്ചു വെറുതെ മരിച്ചു പോകുമോ? നീ ആലോചിക്കൂ, നീ ചിന്തിക്കൂ മനുഷ്യ. അത് പറയാനാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളെ ആദ്യമായി പടച്ചിട്ടുള്ളത് അള്ളാഹു ആണെങ്കിൽ, ആദ്യമായി നമ്മളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ, രണ്ടാമത് നീ മരിച്ചു മണ്ണായി നിന്റെ ശരീരം, നിന്റെ എല്ലുകൾ, നിന്റെ മാംസം മണ്ണോട് മണ്ണായി തീർന്നിട്ടുണ്ടെങ്കിലും, നിന്റെ ശരീരം കത്തിച്ചാമ്പലായി ചാരമായിട്ടുണ്ടെങ്കിലും നിന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ആദ്യമായി പടച്ച നിന്റെ സൃഷ്ടാവ്. ഇതാ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഇതാദ്യമായി കണ്ടുപിടിച്ച ആളുടെ പേര് നമ്മൾ പഠിക്കും. ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? ആരാണ് മൈക്കാദ്യം കണ്ടുപിടിച്ചത്? ആരാണ് കമ്പ്യൂട്ടർ ആദ്യം കണ്ടുപിടിച്ചത്? എന്റെ സഹോദരൻ, ആദ്യം കണ്ടുപിടിച്ച ആളെ നീ പഠിക്കുന്നത്? വീണ്ടും ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്തേ അത് നീ പഠിക്കാത്തത്? ആദ്യം ഉണ്ടാക്കാനാണ് പ്രയാസം, ആദ്യം അത് നിർമ്മിക്കാനാണ് പ്രയാസം. എങ്കിൽ മനുഷ്യ, നിന്നെ ആദ്യമായി സൃഷ്ടിച്ച അല്ലാഹുവിന് രണ്ടാമത് നിന്നെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ യാതൊരു പ്രയാസവുമില്ല. ഇതാ ഈ ഭൂമി, അത് വരണ്ടുണങ്ങിയ ശേഷം, വെയിലേറ്റു വാടി ഭൂമി വിണ്ടുകീറി വരണ്ടുണങ്ങിയ ശേഷം, ഇനി ഒന്നും ഇതിൽ മുളക്കുകയില്ല എന്ന് തോന്നിയ ശേഷം വീണ്ടും അല്ലാഹു മഴ പെയ്യിക്കുമ്പോൾ അതിൽ നിന്ന് വൃക്ഷലതാദികൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നുവെങ്കിൽ അതുപോലെ നിന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നീ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ദുർബലമായ ഒരു പുൽക്കൊടി ഇത്രയും ബലിഷ്ഠമായ, ഇത്രയും ശക്തിയുള്ള ഭൂമിയെ പിളർന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ഭൂമിയിലാണ്, ആണ്ടുപോകുന്നില്ല, കാരണം ഭൂമി ശക്തമാണ്. എന്നാൽ നമ്മുടെ കാല് കൊണ്ടുവന്ന ആ ചെറിയ ചെടിയെ ചവിട്ടിയാൽ അത് ഒടിഞ്ഞു പോകും, അത് ചതഞ്ഞു പോകും. പക്ഷെ ഇത്രയും ശക്തിയുള്ള ഭൂമിയെ പിളർത്തിയിട്ടാണ് ആ ദുർബലമായ പുൽക്കൊടി പുറത്തേക്ക് വരുന്നത്. ആരാണ് മനുഷ്യ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്? ഭൂമിയെ പിളർത്തി അതിനെ മുകളിലേക്ക് കൊണ്ടുവന്നവൻ ആര്? അവനെ നിന്നെയും പുറത്തു കൊണ്ടുവരാൻ, നിന്നെ വീണ്ടും കൊണ്ടുവരാൻ അവന് പ്രയാസമില്ല മനുഷ്യ. ആകാശം നീ കാണുന്നില്ലേ? ഇത്ര വിശാലമായ, ഇത്ര സുന്ദരമായ, ഒരു വിടവുമില്ലാത്ത ഈ ആകാശത്തെ പടച്ചവന് നിന്നെ പടക്കാൻ, നിന്നെ വീണ്ടും സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ 5 മുതലുള്ള ആയത്തുകൾ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിന്നെ വീണ്ടും ജീവിപ്പിക്കും, അല്ലാഹു നിന്നെ വീണ്ടും ജീവിപ്പിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകും എന്ന് പറയുന്നതിൽ നിനക്ക് സംശയമുണ്ടോ? ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة
ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور നിനക്ക് സംശയമാണെങ്കിൽ ശ്രവിക്കപ്പെടുന്ന നമുക്ക് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന ആ നിസാരമായ ബീജത്തുള്ളിയിൽ നിന്ന് നിന്റെ മാതാവിന്റെ വയറ്റിൽ നിന്ന് പടുത്തവനാണവൻ. ആ മാതാവിന്റെ ഗർഭാശയത്തിൽ നീ ആദ്യം അള്ളിപ്പിടിച്ചു നിന്നു, പിന്നെ നീ ഒരു രക്തക്കട്ടയായി, പിന്നെ നീ ഒരു മാംസക്കട്ടയായി, കടിച്ചു തുപ്പാൻ മാത്രമുള്ള ഒരു ഇറച്ചി കഷ്ണമായിരുന്നു നീ. പിന്നെ നിന്നെ ആ ഗർഭാശയത്തിൽ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു. പിന്നീട് അതിന്റെ സമയമായപ്പോൾ നിന്റെ മാതാവിന്റെ വയറ്റിൽ നിന്ന് നീ പുറത്തേക്ക് വന്നു. ഇതിൽ ഒരു മതത്തിലും ഒരു ജാതിയിലും വ്യത്യാസമില്ലല്ലോ. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതും ഈ നാട്ടിലേതെങ്കിലും ഒരു മതവിശ്വാസി അവന്റെ മാതാവ് പ്രസവിച്ചതും ഒരുപോലെയാണല്ലോ. ആ ഏതെങ്കിലും ഉമ്മ പ്രസവിക്കുന്നത് തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അങ്ങനെ മനുഷ്യന്റെ അവന്റെ മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പിന്നെ നീ വളർന്നു വലുതാകുന്നു, നിനക്ക് ശക്തി വരുന്നു, പിന്നെ നീ വീണ്ടും തിരിച്ചു പഴയ ദുർബലാവസ്ഥയിലേക്ക് തന്നെ പോകുന്നു, അല്ലേ? അല്ലാഹു പറഞ്ഞു, വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം ദീർഘമായി ആയുസ് നൽകിയാൽ, നുനസ്സിസ്ഹു ഫിൽ ഖൽഖ്, അവന്റെ പടപ്പ് നാം തലതിരിച്ചു വരികയും ചെയ്യും. ഈ ആയത്തിൽ പറഞ്ഞു, ഒരുപാട് അറിഞ്ഞതിനു ശേഷം പിന്നെ ഒന്നും അറിയാത്ത കുട്ടികളെ പോലെയായി മാറും. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മാത്രമല്ല, ഈ ഭൂമിയിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ അല്ലാഹു വെള്ളം സ്പർശിപ്പിച്ചാൽ അത് അവിടെ നിന്ന് പുൽക്കൊടികൾ, ചെടികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നവനാണ് അല്ലാഹു. ദാലിക ബിഅന്ന അല്ലാഹു ഹുവൽ ഹഖ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചെടികൾ, ഭംഗി തോന്നുന്ന ഒരുപാട് സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ച അല്ലാഹു ഉണ്ടല്ലോ, അവൻ സത്യമാണ്. ദാലിക ബിഅന്ന അല്ലാഹു ഹുവൽ ഹഖ്, അവൻ യാഥാർത്ഥ്യമാണ്. വഅന്നഹു യുഹ്യിൽ മൗത, ഇത്രയും കഴിവുള്ളവനായ അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണവൻ. വഅന്ന الساعة آتية لا ريب فيها, അന്ത്യസമയം, പുനരുദ്ധാനം, മരണശേഷമുള്ള ജീവിതം, സ്വർഗം, നരകം വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹാ, യാതൊരു സംശയവുമില്ല. വഅന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിൽ കിടക്കുന്നവരെ, ചാരമായവരെ, മണ്ണായവരെ അല്ലാഹു വീണ്ടും ജീവിപ്പിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ആ സമയം അടുത്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ അംബിയായിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരവരുടെ അശ്രദ്ധയിൽ മുഴുകിക്കഴിയുകയാണ്. അവരശ്രദ്ധയിലാണ്, അവർക്ക് ശ്രദ്ധയില്ല. ഇതാ ഞാൻ മരിക്കാറായി, അതിന്റെ സമയം എപ്പോഴാണെന്ന് അറിയില്ല, ഇന്ന് മരിച്ചേക്കാം, അടുത്ത സെക്കൻഡിൽ മരിച്ചേക്കാം. പിന്നെ സഹോദരൻ, നിനക്ക് വിശ്വസിക്കാൻ അവസരമില്ല. നിന്നെ പടച്ച റബ്ബിനെ ആരാധിക്കാൻ പിന്നെ നിനക്ക് അവസരമുണ്ടോ? ഇല്ല, കഴിഞ്ഞുപോയി. അതുകൊണ്ട് വേഗമാകട്ടെ. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാൻ വൈകിപ്പിക്കരുത്. പ്രവാചകന്മാരെ പിൻപറ്റാൻ വൈകിപ്പിക്കരുത്. അല്ലാഹു ചോദിക്കുകയാണ്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളെയല്ലല്ലോ അല്ലാഹു പറയുന്നത്. മനുഷ്യൻ ചിന്തിച്ചിട്ടില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, അവനെ നാം ഒരിന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, എന്നിട്ടതാ ഈ നിസാരമായ ബീജത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് വളർന്നു വന്ന മനുഷ്യൻ, അവൻ വലിയ താർക്കികനായി മാറും. തർക്കിക്കുകയാണവൻ. ഈ ദുർബലനായ കാഷ്ടവും മൂത്രവും പോരുന്ന ആ മാലിന്യങ്ങളുടെ കൊട്ടയായി മനുഷ്യൻ പരമപരിശുദ്ധനായ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ കുറിച്ച് തർക്കിക്കുകയാണ്. അവനെ അല്ലാത്തവർ ആരാധിക്കുന്നതിനെ കുറിച്ച് തർക്കിക്കുകയാണ്. അവന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചത് ശരിയോ തെറ്റോ എന്നവൻ തർക്കിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇത് പറഞ്ഞതാരും അല്ലാഹുവാണോ? അല്ലാഹുവിന്റെ ഖുർആനിലാണോ? പരിശുദ്ധ ഖുർആനിലാണോ? സ്രഷ്ടാവിന്റെ ഗ്രന്ഥത്തിലാണോ ഉള്ളത്? സ്രഷ്ടാവിന്റെ പ്രവാചകനാണോ പറഞ്ഞത് എന്നുപോലും ചിന്തിക്കാതെ അവൻ തർക്കിക്കുകയാണ്. മാത്രമല്ല, അല്ലാഹു പറയുന്നു, വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹ്,
അവൻ നമ്മെക്കുറിച്ച്, സൃഷ്ടാവായ നമ്മെക്കുറിച്ച് അവനൊരു ഉദാഹരണം പറയുകയാണ്. വനസ്യ ഖൽഖ, അവന്റെ സ്വന്തം പടപ്പിനെ കുറിച്ച് അവൻ മറന്നുപോയി. അള്ളാഹു എങ്ങനെ വീണ്ടും പടക്കും എന്നവൻ സംശയം പ്രകടിപ്പിച്ച് ഉദാഹരണങ്ങൾ നിരത്തുകയാണ് അതിനെതിരിൽ. അവന് ആദ്യം അള്ളാഹു പടച്ചത് എങ്ങനെ എന്നതവൻ മറന്നുപോയി, അതവൻ ചിന്തിക്കുന്നില്ല. നുരുമ്പിപ്പോയ എല്ലിന് അള്ളാഹു ആരാണ് നുരുമ്പിപ്പോയ, ഉണങ്ങിപ്പോയ, പൊടിയായി പാറിപ്പോയ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുന്നത് എന്നവൻ ചോദിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, കുൽ പറയുക, ആദ്യമായ എല്ലിനെ ആരാണോ പടച്ചത് അവൻ തന്നെ അതിനെ വീണ്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെ കുറിച്ചും എല്ലാ സൃഷ്ടിപ്പിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടായത്തുകൾക്ക് ഇപ്പുറം അല്ലാഹു ചോദിച്ചു, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിറിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവർ ചിന്തിക്കുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ, അവൻ കാണുന്നില്ലേ, ആകാശഭൂമികളെ പടച്ചവൻ അവരെ വീണ്ടും പടക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് അവൻ ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ട് മനുഷ്യ, നീ വീണ്ടും സൃഷ്ടിക്കപ്പെടും, നീ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പടക്കും. ഏത് നാളിൽ? പരലോകനാളിൽ. ഈ ലോകം നശ്വരമാണ് സഹോദരങ്ങളെ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും കാണുന്ന ഈ ആകാശവും നശിക്കാനുള്ളതാണ്. പരലോകം എന്ന ഒന്ന്, അന്ത്യസമയം എന്ന ഒന്ന് വരാനിരിക്കുന്നു. ആരാണ് പറഞ്ഞത്? എല്ലാം അറിയുന്ന അള്ളാഹു ആണ് പറഞ്ഞത്. എവിടെയാണ് പറഞ്ഞത്? അവന്റെ ഗ്രന്ഥത്തിൽ, തെറ്റുകൾ വരാത്തവന്റെ ഗ്രന്ഥത്തിൽ, പരിശുദ്ധ ഖുർആനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇദാ സമാഉ ഫതറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു ഫുജിറത് വഇദൽ ഖുബൂർ ബഅസിറത് അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്. ഇതാ ആകാശം പൊട്ടിപ്പിളർന്നാൽ, ഇദാ സമാഉ ഫതറത് വഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, വഇദൽ ബിഹാറു ഫുജിറത്, കടലുകളുടെ സമുദ്രങ്ങളുടെ അണ പൊട്ടി അത് ഭൂമിയിലേക്ക് പരന്നൊഴുകിയാൽ, എല്ലാം നശിച്ചാൽ, വൈദൽ ഖുബൂർ ബുഅസിറത്, ഖബറുകളിൽ ശ്മശാനങ്ങളിൽ മറമാടപ്പെട്ട ആളുകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന ആ നാളിൽ, അങ്ങനെ വരുന്ന നാളിൽ എല്ലാ നഫ്സും അവൻ ചെയ്തതെന്താണോ എന്നതിനെ കുറിച്ച് വ്യക്തമായി അറിയുക തന്നെ ചെയ്യും. യാ അയ്യുഹൽ ഇൻസാനോ മനുഷ്യ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, നിന്റെ രക്ഷിതാവിനെ കുറിച്ച് നിന്നെ വഞ്ചിതനാക്കി കളഞ്ഞ കാര്യമെന്താണ്? നിന്റെ രക്ഷിതാവിനെ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യമെന്താണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, നിന്നെ പടച്ച, നിന്റെ രൂപം കണിശപ്പെടുത്തിയ, നിന്റെ കണ്ണു വേണ്ടിടത്ത് നിനക്ക് കണ്ണ് തന്ന, കാതു വേണ്ട സ്ഥലത്ത് നിനക്ക് കാതു ഫിറ്റ് ചെയ്തു തന്ന, നിന്റെ ശാരീരിക അവയവങ്ങൾ ഉൾപ്പെടുത്തി തന്ന, അത് മാത്രം നിനക്ക് ചിന്തിച്ചാൽ പോരെ. വഫീ അൻഫുസികും, മനുഷ്യൻ അവന്റെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ അറിയുന്നില്ലേ? സഹോദരങ്ങളെ, ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. അവന്റെ മതം, അതാണ് ഇസ്ലാം. അത് സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. ഇത് തുറന്നു പറയാൻ വേണ്ടിയാണ് ഈ പരിപാടി, നിങ്ങൾക്ക് വേണ്ടിയാണിത്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ജീവിച്ചാൽ അല്ലാതെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പല ആളുകളും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു, അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മൺമറഞ്ഞ ആളുകളെ ആരാധിക്കുന്നു. അവർ അത് ഇസ്ലാമിന്റെ പേര് അതിനണിയിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന് അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സത്യസന്ധരായ പണ്ഡിതന്മാരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. സത്യസന്ധരായ പരിശുദ്ധ ഖുർആനും ഹദീസും തെളിവ് പറഞ്ഞു തരുന്ന ആളുകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. അല്ലാതെ ആരുടെയെങ്കിലും വിഡ്ഢിത്തത്തിൽ നിന്നല്ല ഇസ്ലാമിനെ പഠിക്കേണ്ടതും. സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സഹാബത്തോ ഒരിക്കലും അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവിടുത്തെ അനുയായികൾ ഒരിക്കലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിലും, ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, പ്രവാചകന്റെ അനുയായികളുടെ, ആദ്യകാല അനുയായികളുടെ ചര്യ, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ മനുഷ്യ നിനക്ക് പരലോകത്ത് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ നീ തപ്പിത്തടയേണ്ടി വരികയില്ല. നിനക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് നിനക്കൊരു ആശയക്കുഴപ്പമുണ്ടാകേണ്ട അവസ്ഥയില്ല. നീ യഥാർത്ഥ ദീനിലേക്ക് വന്നാൽ, നീ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നാൽ, ഖുൽ, പറയൂ മനുഷ്യ, ഹുവല്ലാഹു അഹദ്, അവൻ അള്ളാഹു അവൻ ഏകനാണ്.
അല്ലാഹു സമദ്, അവനെല്ലാം അവനെ ആശ്രയിക്കുന്നു, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവന് മക്കളില്ല, അവൻ എല്ലാത്തിന്റെയും സൃഷ്ടാവനാണ്. വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായവനല്ല, അവൻ മുമ്പേ ഉള്ളവനാണ്. അള്ളാഹുവിന് മുമ്പെന്ത്, അള്ളാനെ പടച്ചതാര് എന്ന് ചില വിവരമില്ലാത്ത ആളുകൾ ചോദിക്കാറുണ്ട്. ഈ മുമ്പ്, ശേഷം, ഇന്നലെ, ഇന്ന് എന്നതിനെ പടച്ചതാരാ? മനുഷ്യ അള്ളാഹുവാണ്. അവന് മുമ്പില്ല, അവൻ ആദ്യമേ ഉള്ളവനാണ്. അവൻ സ്ഥാനമില്ലാത്തവനാണ്. അവന് തുല്യനായ ഒരാളും തന്നെ ഇല്ല. അതുപോലെ സഹോദരങ്ങളെ, സൃഷ്ടി വേറെ, സ്രഷ്ടാവ് വേറെ. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യന്മാരിൽ സൃഷ്ടാവ് അവതരിക്കും, അള്ളാഹു അവതരിക്കും, അവതാരങ്ങൾ ഉണ്ടാകും. ഒരിക്കലുമില്ല. മനുഷ്യൻ വേറെ, അവന്റെ സൃഷ്ടാവ് വേറെ. മനുഷ്യൻ എത്രയോ ദുർബലനാണ്. ആകാശഭൂമികളെ പടച്ച ഈ കണ്ണൂർ ജില്ലയുടെ മുഴുവൻ സ്ഥലമെങ്ങാനും നമ്മൾ ഇതുവരെ മുഴുവനായി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭൂമി എത്ര വലുതാണ്! ലക്ഷക്കണക്കിന് ഭൂമികളെ കൊണ്ടുവെക്കാൻ വലിപ്പമുണ്ടത്രേ സൂര്യന്. ആ സൂര്യനേക്കാളും 10 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ടത്രേ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആകാശത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുപോലെ കോടാനു കോടി ആകാശങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആകാശത്തിന്റെ ഭാഗങ്ങൾ അതെല്ലാം തന്നെ ഒന്നാം ആകാശത്തിന്റെ 1% വരുമോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ 7 ആകാശങ്ങളുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഇതിനേക്കാളെല്ലാം മുകളിലാണ് നമ്മളെ പടച്ച നമ്മുടെ റബ്ബുള്ളത്. ഇതിനേക്കാളെല്ലാം വലിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് ഭൂമിയിൽ ഇറങ്ങി എന്ന് പറയുന്നത്, ആ റബ്ബ് മനുഷ്യനിൽ അവതരിച്ചു എന്ന് പറയുന്നത് അവനോടുള്ള ധിക്കാരമാണ്, അവനോട് ചെയ്യുന്ന തോന്നിവാസമാണ്. അള്ളാഹു ഒരിക്കലും അത് പുറത്തു തരികയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഇസ്ലാമിനെ കുറിച്ച് ആത്മാർത്ഥമായി പഠിക്കുക. ഈ സംസാരം, ഈ 2 മണിക്കൂർ നീണ്ടു നിന്ന ഈ സംസാരം അതിന് നിങ്ങൾക്കൊരു സഹായകമാകട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഈ നാട്ടിലെ ആളുകൾക്ക് യഥാർത്ഥ മതം എന്താണെന്ന്, സത്യം എന്താണെന്ന് അള്ളാഹു ഈ വാക്കുകൾ കേട്ട ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഈ വാക്ക് അള്ളാഹുവെ നിനക്ക് വേണ്ടിയാണ്. ആകാശഭൂമികളെ പടച്ചവനായ, ഈ മനുഷ്യരെ പടച്ചവനായ, എല്ലാത്തിനെയും പടച്ചവനായ അള്ളാഹുവെ, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുള്ളതാണ്. നീ സാക്ഷിയാൻ. നിന്റെ ഇസ്ലാമിനെ കുറിച്ച് ഈ വളരെ പരിമിതമായ അറിവുള്ള, വളരെ വിവരം കുറഞ്ഞ നമ്മുടെ അറിവിൽ നിന്ന് ഈ ആളുകൾക്കിതാ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അള്ളാഹുവെ, നീ സാക്ഷിയാണ്. ഇത് അറിഞ്ഞില്ല എന്ന് നാളെ പരലോകത്ത് പറയാൻ ഇത് കേട്ട ആളുകൾക്ക് സാധിക്കുകയില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ ഹിദായത്തിൽ, സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഈ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക്, ഇത് കേട്ട ആളുകൾക്ക് അല്ലാഹുവേ, നീ യഥാർത്ഥ മാർഗത്തിൽ അവരെ നീ ചേർക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.